ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 പുറത്തിറങ്ങിയ മേഘൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടല്ലോ. ആ ഒരു ഫസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ ഇപ്പോൾ 2025 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മേഘൻ 2.0 ഈ ഒരു രണ്ട് പാർട്ട് നമ്മൾ ഒറ്റ വീഡിയോയിൽ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് വർഷമായതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടിന്യൂഷൻ എന്തായാലും നമുക്ക് നഷ്ടപ്പെടുത്തണ്ട. അതുകൊണ്ട് രണ്ടു കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ലെങ്തി വീഡിയോ ആണ്, കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പാതി കണ്ടിട്ട് ബാക്കി നാളെ കണ്ടാലും മതി. അതല്ല, ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, അതിന്റെ കഥയും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെങ്കിൽ ഇവിടെ താഴെ സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് എവിടെയാണെന്ന് ആ ഒരു ടൈം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ കഥയിലേക്ക് പോയാലോ. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ക്യാഡി അവളുടെ അച്ഛനും അമ്മയായിട്ട് ഒരു യാത്ര പോവാണ്. അതുമല്ല മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇവർ പോകുന്നത്. ക്യാഡി ആണെങ്കിൽ പുറകിലിരുന്നൊരു ഗെയിം കളിക്കുന്നു. അവളുടെ അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഞ്ഞായതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് ഈ ഒരു ഐസ് ട്രക്ക് ഉണ്ടല്ലോ, ഈ റോഡിൽ ഐസ് എല്ലാം മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ട്രക്ക് ഉണ്ട്. അത് പോയതിനു ശേഷം അതിന്റെ പുറകെ ഫോളോ ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ അവർ വണ്ടി അവിടെ നിർത്തി കുറെ നേരം സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. ആ ഒരു ഐസ് ട്രക്ക് ഇപ്പോൾ ഇവരുടെ മുന്നിലൂടെ വന്ന് ഇവരുടെ വണ്ടിയോടെ കിടക്കുന്നത് കാണുന്നില്ല. നേരെ കൊണ്ടുവന്ന് ഇവരുടെ വണ്ടിയിലേക്ക് ഇടിക്കുന്നതും വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ അടുത്ത ഹീറോയിൻ ആയിട്ടുള്ള ജെമ, അവളിപ്പോ ഫങ്കി എന്ന് പറഞ്ഞൊരു കളിപ്പാട്ട കമ്പനിയിലെ റോബോട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കമ്പനിക്കുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെമ അവളുടെ സുഹൃത്തായിട്ടുള്ള കോള് അതേപോലെ തന്നെ ടെസ് ഇവര് മൂന്നുപേരും ഇവരുടെ കമ്പനിയിലെ ഓണർ അറിയാതെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതൊരു റോബോട്ടിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആ ഒരു റോബോട്ടിനെ നിർമ്മിച്ചതിന് ശേഷം അതിന്റെ ഒരു ഫേസ് വെച്ച് കൊടുത്ത് അതിന്റെ ഇമോഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പേന അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യും. ആദ്യം സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ആ ഒരു റോബോട്ട് സന്തോഷമുണ്ടല്ലോ അത് മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിഷമം, ഈ ഒരു കാര്യം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് മാത്രം അതിനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു കമ്പനിയിലെ ഓർഡർ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറി വന്ന്, ഹേയ് ജമ, നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങളല്ല നീ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അയാൾ മറ്റൊരു കമ്പനിയിൽ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാവയുണ്ട് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവര് കണ്ടോ അവർ നല്ലതുപോലെ തന്നെ അവരുടെ വളർച്ച മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ജമ പറയും, സോറി ബോസ്, എന്തായാലും ഞങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല. അത് ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ഈ ഒരു റോബോട്ടിനെ പകുതിയോളം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് മേഘൻ എന്നാണ്. അപ്പൊ മേഘൻ എന്ന് പറഞ്ഞ ആ ഒരു പേരിന്റെ ഫുൾ ഫോം മോഡൽ 3 ജനറേറ്റീവ് ആൻഡ്രോയിഡ് എന്നാണ്. അപ്പൊ ജെമ പറയും, ഈ ഒരു പാവയെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇതിന് ഇഷ്ടപ്പെടും, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മേഘൻ ബോസിനൊരു ഹായ് കൊടുക്കാൻ പറയുമ്പോൾ, ഓ ഇതാണോ നിങ്ങളുടെ ബോസ്, ഇയാൾ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ മേഘന്റെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറാൻ തുടങ്ങും. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഉരുകി ഇറങ്ങിയിട്ട് ആ ഒരു തല അങ്ങ് പൊട്ടിത്തെറിക്കുന്നതും, ഓ അപ്പൊ ഇതാണോ നീ കണ്ടുപിടിച്ച കാര്യം ബോസ്, എന്തായാലും എനിക്ക് കുറച്ചുകൂടി സമയം താ, ഇത് ഞാൻ നല്ലതുപോലെ തന്നെ മാറ്റിയെടുക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു ബോസ് പറയും, അതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു ജോയ് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ ആ ഒരു ബോസ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജെമ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മേഘന്റെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ വിൽക്കുമ്പോഴത്തേക്കും ആകെ നല്ല വിഷമമുണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വരുന്നു. അങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് സംസാരിക്കുന്നതും അടുത്ത സീനിൽ ജെമ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ക്യാഡി മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു ആക്സിഡന്റിൽ ക്യാഡിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു, അവള് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോ ജെമ ഇവിടേക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല, ക്യാഡിയുടെ ആന്റിയാണ് ജെമ. അപ്പൊ ഇനി എന്തായാലും ക്യാഡിയെ നോക്കേണ്ടത് ജെമയാണല്ലോ, അതുകൊണ്ട് തന്നെ ക്യാഡിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ജെമയുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ക്യാഡി ആ ഒരു ഡോർ വഴി ആ ഒരു വീട്ടിലേക്ക് തന്നെ നിന്ന് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഒരു കാറിനടുത്തേക്ക് ഒരു നായ ഒന്നിങ്ങനെ കുരയ്ക്കാൻ തുടങ്ങും. അവളങ്ങ് പേടിച്ചു പോകും. അപ്പൊ ഈ ഒരു നായ ജെമയുടെ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു ആന്റി ഉണ്ട്, അവരുടെ നായാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ ഒരു ആന്റിക്ക് നമ്മുടെ ജെമയ്ക്കും എന്തായാലും ശരിയായിട്ട് പോകുന്നില്ല. ഇവര് രണ്ടുപേരും ഏത് സമയവും വഴക്കാണ്. അതുപോലെ നമ്മുടെ ജെമയ്ക്കാണെങ്കിലോ ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരുമില്ല, അവൾ സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെ ക്യാഡിയെ സമാധാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പൊ രണ്ടുപേരും അധികമൊന്നും മിണ്ടാതെ നമ്മുടെ ക്യാഡി നേരെ അവളുടെ റൂമിലേക്ക് പോയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ജെമയുടെ വീട്ടിലേക്ക് മറ്റൊരു സ്ത്രീ വരികയാണ്. അവരൊരു തെറപ്പിസ്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാഡിയുടെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവളെ ഇന്ന് സമാധാനപ്പെടുത്തി അവളെ ഇന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്ത്രീ ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവര് വന്ന് നമ്മുടെ ജെമയെയും ക്യാഡിയെ ഒരുമിച്ചിരുത്തിയിട്ട്, ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബോൾ വെച്ചിട്ട് ഒന്ന് കളിക്കാൻ ശ്രമിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ജെമയ്ക്ക് ഈ കുട്ടികളോടൊപ്പം കളിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡോക്ടറിന് മനസ്സിലായി ജെമയെ കൊണ്ട് എന്തായാലും കഴിയത്തില്ലാന്ന്. അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് ജെമയോട് അവർ പറയുന്നുണ്ട്, ജമ നിങ്ങൾക്ക് കുട്ടികളോട് നല്ലതുപോലെ പെരുമാറാനോ അല്ലെങ്കിൽ അവരെ നല്ലതുപോലെ അറിയാനോ കഴിയത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്യാഡിയുടെ അവസ്ഥ വെച്ച് അവൾക്ക് എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്, അതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ മാറ്റാൻ ശ്രമിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമ അവളുടെ റൂമിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ്
ക്യാഡി അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവള് വരച്ചൊരു ഡ്രോയിങ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹേയ് ഇത് കൊള്ളാലോ എന്നെല്ലാം പറഞ്ഞ് ജേമ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഡി ഈ ഒരു റൂമിൽ ഒരു റോബോട്ടിനെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ജേമ ഒരു ഗ്ലൗസ് എടുത്തിട്ട് ഇപ്പൊ ആ ഒരു റോബോട്ടിനെ ഓൺ ആക്കി അതിനോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു റോബോട്ട് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റോബോട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ജേമ അത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ക്യാഡിയോട് പറയും ഇതിന്റെ പേര് ബ്രൂസ് എന്നാണ്, എന്റെ കോളേജിലെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, ഇപ്പൊ എനിക്ക് നല്ല ഉപകാരമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ക്യാഡിക്ക് ആ ഒരു റോബോട്ടിനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുമല്ല അവൾക്ക് ഇതുപോലെ ഒരു റോബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്നെല്ലാം നമ്മുടെ ക്യാഡി പറയുമ്പോൾ ഈ ഒരു കാര്യം കേട്ട ജെമയ്ക്ക് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെമ ഉണ്ടല്ലോ അവളുടെ കമ്പനിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മേഘന്റെ ആ ഒരു പാർട്സ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ച് അന്ന് രാത്രി തന്നെ മേഘനെ റെഡിയാക്കാണ്. വീണ്ടും പുതിയ കോഡുകളും പുതിയ മാറ്റങ്ങളെല്ലാം വരുത്തി അതേപോലെ തന്നെ അവളുടെ ബോസിനും അവൾ മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഡിയെ ഇപ്പോ ജെമ ഒരു റൂമിനകത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിനകത്താണ് അവൾ ഉണ്ടാക്കിയ ആ ഒരു മേഘൻ എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ടല്ലോ അതിരിക്കുന്നത്. അത് നമ്മുടെ ക്യാഡിയുടെ അത്രയും വലിപ്പമുള്ള അവളോടൊപ്പം കളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയെ പോലെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ആ ഒരു ബോസിനെ ഈ ഒരു റൂമിന്റെ വെളിയിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാഡി അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹേയ് ഇതാണ് മേഘൻ, നിന്റെ പുതിയ കൂട്ടുകാരി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാവ. ഇതിന്റെ കയ്യിൽ നീ വിരലുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നീയുമായിട്ട് പെയറാവും. അത് കഴിഞ്ഞ് നീ പറയുന്ന എന്ത് കാര്യവും അത് ചെയ്യും. അങ്ങനെ നമ്മുടെ ക്യാഡി അതുപോലെ തന്നെ ആ ഒരു കൈ വെച്ചിട്ട് മേഘൻ ഓൺ ചെയ്യുന്നതും അങ്ങനെ നമ്മുടെ ക്യാഡിയെ നോക്കി മേഘനാണെങ്കിൽ ഈ ഒരു ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്യാഡി വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഹേയ് എന്റെ പേര് മേഘൻ എന്നെല്ലാം പറഞ്ഞ് അവളോട് പരിചയപ്പെട്ട് അവളെ കളിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് നേരെ ഒരു ടേബിളിന് മുന്നിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാഡിക്കാണെങ്കിലും മേഘൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ നേരെ ആ ഒരു ടേബിളിന് മുന്നിലേക്ക് ചെന്നിരിക്കുമ്പോൾ മേഘൻ ഒരു പേപ്പറിൽ എന്തോ ഒരു കാര്യം വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് നമ്മുടെ ക്യാഡിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പേപ്പറിലൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾ പറയും അല്ല ഇതിലൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ആ ഒരു പേപ്പർ താഴെ വെക്കുമ്പോൾ മേഘൻ അടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസും വെള്ളവും ഇങ്ങനെ തട്ടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു വെള്ളം വന്ന് പേപ്പറിലേക്ക് തട്ടുന്നതും അതിൽ ക്യാഡിയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. ഇതുകൂടി കാണുമ്പോൾ നമ്മുടെ ക്യാഡിക്ക് അത്രയും സന്തോഷമായിട്ട് ഹേയ് മേഘൻ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പം നല്ലതുപോലെ അടുക്കുന്നു. ഇപ്പൊ നമ്മുടെ ക്യാഡി മേഘനുമായിട്ട് കുറച്ച് അടുക്കാൻ തുടങ്ങാണ്. അപ്പൊ ഇത് കണ്ട ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാൾ വെളിയിൽ നിന്നിട്ട് ഹേയ് നീ ഇതെങ്ങനെയാ ചെയ്തത്, ഇതെന്തായാലും ലോകത്തെ മാറ്റിമറിക്കും. ഓക്കെ നീ ഇവരെ രണ്ടുപേരും നല്ലതുപോലെ അടുപ്പിക്കാൻ ശ്രമിക്കും. അത് വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റർമാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോസ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ക്യാഡിയാണെങ്കിലോ അത്രയും സന്തോഷത്തില് അകത്തേക്ക് കൊണ്ടുവന്ന മേഘന് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ഞാൻ കളിക്കുന്ന പാവ, അതേപോലെ തന്നെ റൂം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ മേഘനാണ് ക്യാഡിയെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഉദാഹരണത്തിന് അവളിപ്പോ ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ചെന്ന് വായും കഴുകി കൈ നല്ലതുപോലെ കഴുകാതെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കൈ നല്ലതുപോലെ വാഷ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഫുഡ് എങ്ങനെ കഴിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും മേഘം പറഞ്ഞിട്ടാണ് ക്യാഡി ചെയ്യുന്നത്. സത്യത്തിൽ ജമ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഡി എന്തായാലും ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു പേരന്റിനെ പോലെ തന്നെ ഇപ്പോൾ മേഘൻ ക്യാഡിയെ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു നല്ല സുഹൃത്തും. അങ്ങനെ അവർ രണ്ടുപേരായിട്ടുള്ള ആ ഒരു ബോണ്ട് ഇപ്പോൾ പതിയെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ജമ അവളുടെ രണ്ട് സുഹൃത്തുക്കള് ഇവർ രണ്ടുപേരും മേഘനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് ജമയോട് പറയുന്നത് അല്ല നീ ഇപ്പോൾ ക്യാഡിയെ വിട്ട് ഒരുപാട് ദൂരം പോയതുപോലെ നീ അവളുടെ കാര്യങ്ങൾ ഇപ്പോൾ അധികമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ തന്നെ ഇല്ലാണ്ടാവുന്നത് പോലെ എന്ന് പറയുമ്പോൾ ജമ പറയും നിനക്കറിയാലോ എനിക്ക് എന്തായാലും അതിനുള്ള സമയമില്ല, പിന്നെ അവൾക്കാണെങ്കിലും മേഘനുണ്ട്. അതുപോലെ അവളുടെ അമ്മയുടെ മരണശേഷം അവൾ ഇപ്പോഴാണ് കുറച്ചുകൂടി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്ന മേഘനെ കേൾക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. നമ്മുടെ മേഘൻ ചോദിക്കും അല്ല ക്യാഡിയുടെ അമ്മയും അച്ഛനും എങ്ങനെയാ മരിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്നതും ഇത് കേട്ട് ഇവരെല്ലാവരും ഷോക്കായി പോയി. കാരണം ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് ഒരു കാര്യം തിരിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മാറ്റം അതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ ജമ കിട്ടുന്നത് ഹേയ് മേഘൻ നീ ഇതുവരെ ഓഫായില്ലേ, ഓഫ് ആവാനായിട്ട് പറയുമ്പോഴത്തേക്കും മേഘൻ അത് കേൾക്കത്തില്ല. മേഘൻ ഇപ്പോൾ ക്യാഡിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജമ ഇത്തിരി ദേഷ്യപ്പെട്ട് ഹേയ് ഞാൻ നിന്റെ സെക്കൻഡ് പ്രൈമറി യൂസറാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുമെന്ന് പറയുമ്പോൾ മേഘൻ അതെ ആദ്യത്തെ യൂസർ ക്യാഡി, രണ്ടാമത്തെ യൂസർ നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഓഫ് ആവുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും മേഘനെ നേരെ നമ്മുടെ ക്യാഡിയുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും മേഘൻ അവിടെ ഇരുന്ന് ക്യാഡിയെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അത് റിപ്പീറ്റ് ആയിട്ട് ക്യാഡിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം ക്യാഡിയെ ഇപ്പോൾ അത്ര നല്ലതുപോലെ ഒരു റോബോട്ടാണെങ്കിലും മേഘൻ ശ്രദ്ധിക്കാൻ തുടങ്ങാണ്. അതുപോലെ നമ്മുടെ ജെമ ഇതിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അതാണ് തന്റെ ജോലി എന്നാണ് മേഘൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ക്യാഡി ഉണ്ടല്ലോ അവൾ ഈ ഒരു വീടിന് വെളിയിൽ നിന്നിട്ട് ഒരു അമ്പും വില്ലും വെച്ച് ഇങ്ങനെ കളിക്കാണ്. അങ്ങനെ കളിച്ച് ഈ ഒരു അമ്പ് വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും
ആ ഒരു അമ്പ് തെറിച്ചിങ്ങനെ പോകുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ മേഘൻ ഈ ഒരു കാര്യം കണ്ടു. എവിടെയാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മതിലിനുള്ളിലൂടെ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ മേഘൻ പതിയെ ആ ഒരു അമ്പ് എടുക്കാൻ വേണ്ടി അവിടേക്ക് നടന്നു ചെന്നിട്ട് അതൊരു ചെറിയ ഹോളാണ്. അതിനുള്ളിലൂടെ ചെന്ന് ആ ഒരു അമ്പ് എടുക്കുന്ന സമയം പെട്ടെന്ന് ആ ഒരു ആന്റി വളർത്തുന്ന നായ ഉണ്ടല്ലോ, ഇത് ഓടി വന്ന് മേഘന്റെ കൈ പിടിച്ച് കടിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ക്യാഡി ഓടി വന്നിട്ട് മേഘനെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാണ്. വലിച്ചു ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു നായ ഇപ്പൊ തലയിട്ട് മേഘന്റെ കഴുത്തിലേക്ക് കടിച്ചു കൊടുക്കും. ഇതുകൂടിയാവുന്നതും മേഘനെ എങ്ങനെയും രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ക്യാഡി ഉള്ളിലേക്ക് കൈയിടുമ്പോൾ നായ ഇപ്പോ ക്യാഡിയുടെ കയ്യിലേക്ക് കടിക്കും. അപ്പൊ ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ ജേമ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വന്ന് ആ ഒരു നായനെ ഓടിച്ചു കളഞ്ഞ് നമ്മുടെ ക്യാഡിയെ പിടിച്ചിട്ട് ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരെ നല്ലതുപോലെ വഴക്ക് പറയും. നിങ്ങളുടെ നായെ നല്ലതുപോലെ നോക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അവരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന മേഘൻ ഒരു നോട്ടം നോക്കി, എന്റെ മോനെ, മനുഷ്യന്മാർ പോലും ഇതുപോലെ ഒരു നോട്ടം നോക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ജമയോട് പറയും ഇതുപോലെ ക്യാഡിക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ജമ അവളെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി നമ്മുടെ ക്യാഡി വീട്ടിലേക്ക് വന്ന് അവൾ നല്ലതുപോലെ കിടന്ന് ഉറങ്ങാണ്. അതേ സമയമാണ് ഈ ഒരു ആന്റിയുടെ വീട്ടിലെ നായ ഉണ്ടല്ലോ, അതിനിപ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ഈ ഒരു ആന്റി വിളിക്കുന്നത് പോലെ, അതും ജമയുടെ വീട്ടിൽ നിന്നും. അപ്പൊ ഈ ഒരു നായ വിചാരിക്കുക ആ ഒരു ആന്റിയാണെന്ന് വിചാരിച്ചിട്ട് ഓടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ടെസ്റ്റ്, അത് നമ്മുടെ മേഘനായിരുന്നു. മേഘൻ അങ്ങനെ ആ ഒരു നായയെ പിടിക്കുന്നത് മാത്രം കാണിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ ഒരു നായയുടെ കഥ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ജമ ഉറക്കം എഴുന്നേറ്റിട്ട് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരവരുടെ നായയെ വിളിച്ചിട്ട് റോഡ് മുഴുവൻ ഇങ്ങനെ നടക്കാണ്. കാരണം ആ ഒരു നായനെ മേഘം കൊന്നു. ഈ ഒരു കാര്യം അറിയാതെ ആ ഒരു നായനെ വിളിച്ച് അവിടെയെല്ലാം നടക്കുമ്പോൾ ഇത് കണ്ട് നമ്മുടെ ജമയ്ക്ക് എന്തോ ഒരു സംശയം. കാരണം മേഘൻ ക്യാഡിയെ അത്ര ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മേഘൻ എന്തെങ്കിലും ഈ നായ ചെയ്തോ എന്നുള്ള ആ ഒരു സംശയം അവൾക്കുണ്ട്. അങ്ങനെ ജമ അത് വലിയ കാര്യമാക്കാതെ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് മോളെ, ഇന്നാണ് ആ ഒരു ഇൻവെസ്റ്റർമാർക്ക് മേഘനെ കാണിച്ചു കൊടുക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ നീ അവിടേക്ക് വരണം, നിനക്ക് ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതെ ഓക്കെ ആണെന്ന് പറഞ്ഞ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്റർമാരുണ്ടല്ലോ അവരെല്ലാവരും റൂമിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അകത്താണെങ്കിൽ നമ്മുടെ മേഘൻ ക്യാഡി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്താലേ ഈ ഒരു പാവയുടെ ക്വാളിറ്റി എല്ലാം കണ്ടിട്ട് അവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാഡി ഈ ഒരു റൂമിനകത്ത് വിഷമിച്ചിരിക്കുന്നതും മേഘൻ പതിയെ അകത്തേക്ക് കയറി വരും. ആ ഒരു സമയത്താണ് നമ്മുടെ ക്യാഡിക്ക് അവളുടെ അമ്മയുടെ ഓർമ്മ വന്ന് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും വെളിയിലിരിക്കുന്നു. ഈ ഒരു സമയത്ത് അവളെ സമാധാനിപ്പിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകാനും കഴിയത്തില്ല. അപ്പൊ ഇത് കണ്ട് നമ്മുടെ മേഘൻ ക്യാഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തു പറ്റി ക്യാഡി, നീ എന്തിനാ കരയുന്നേ? നിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? ശരി, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയ് എന്നും പറഞ്ഞ് ക്യാഡിയുടെ അടുത്തേക്ക് പോയിരിക്കും. അപ്പൊ ക്യാഡി മേഘനോട് അവളുടെ അമ്മയുടെ ചില ഓർമ്മകളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ മേഘൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് പറയും ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും നഷ്ടമാവത്തില്ല, കാരണം അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ക്യാഡിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നു. അപ്പൊ ഇതുകൂടി ആവുന്നത് ക്യാഡി മേഘനെ കെട്ടിപ്പിടിക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ആ ഒരു ഇൻവെസ്റ്റർമാരുണ്ടല്ലോ അവർക്ക് നല്ല അത്ഭുതമായി. കാരണം ഇതുപോലൊരു റോബോട്ട് എങ്ങനെയാണ് ഒരു ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി റിയാക്ട് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ജമയോടൊപ്പം വർക്ക് ചെയ്ത അവരുടെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും കൈയടിക്കാണ്. കാരണം ഇങ്ങനൊരു കാര്യം ഇവർ ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റർമാരെ എന്തായാലും ഇതുപോലെയുള്ള പാവകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം ആ ഒരു ബോസിനോട് പറയുമ്പോൾ ആ ഒരു ബോസും വന്ന് നമ്മുടെ ജമയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ നല്ല ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജമ ഇപ്പോൾ ക്യാഡിയോട് സംസാരിക്കാൻ വേണ്ടി അവളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ക്യാഡിയോട് ഷെയർ ചെയ്യാനായിട്ട് വരുമ്പോൾ ക്യാഡി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ക്യാഡിക്ക് ജമയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മേഘനോടൊപ്പമാണ്. അപ്പോൾ മേഘൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ജമയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ജമ മേഘനോട് പറയും മേഘൻ ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ മേഘൻ അങ്ങ് ഓഫ് ആവും. എന്നിട്ട് ക്യാഡിയോട് പറയും എനിക്കറിയാം നീ നിന്റെ അച്ഛനെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ക്യാഡി പറയും ഇല്ലല്ലോ, ഞാനിപ്പോൾ അവരെ മിസ് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ മേഘനുണ്ടല്ലോ എന്നും പറഞ്ഞ് മേഘനോട് മേഘൻ ടേൺ ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘനെ വീണ്ടും ഉണർത്തുകയാണ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു റോബോട്ട് നമ്മുടെ ക്യാഡിയെ അത്രത്തോളം കയ്യിലെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റോബോട്ട് കാരണം ക്യാഡിയുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ജമയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മേഘന്റെ അടുത്തേക്ക് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവർ വീണ്ടും വരികയാണ്. എന്നിട്ട് മേഘനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവളുടെ അച്ഛനെ അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ ക്യാഡി നല്ലതുപോലെ തന്നെ കരയാൻ തുടങ്ങും. ഇതെല്ലാം കേട്ടിട്ട് അപ്പോഴേക്കും ക്യാഡിക്ക് കൊടുക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് തിരിയുന്നതും നമ്മുടെ മേഘൻ ആ ഒരു ടിഷ്യൂ പേപ്പറും വെച്ച് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. ഇത് കണ്ട ആ ഒരു ഡോക്ടർ പെട്ടെന്ന് പേടിച്ചു പോകും. എന്നിട്ടാണ് മേഘൻ ചോദിക്കുന്നത് അല്ല നീ എന്തിനാ ഇപ്പോൾ അവളെ കരയിച്ചേ? ഇല്ലല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ എന്തു തന്നെയായാലും അവളിപ്പോൾ കരഞ്ഞു, നീ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട ആ ഒരു ഡോക്ടർ നേരെ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ജമയോട് പറയും ക്യാഡി നല്ലതുപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത്, പക്ഷേ നീ ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഒരു കുട്ടി പുതിയൊരു കാര്യത്തിലേക്കോ ഒരു കളിപ്പാട്ടത്തിലേക്കോ വേറൊരു മനുഷ്യനിലേക്കോ കൂടുതലായിട്ട് അടുത്തു കഴിഞ്ഞാൽ
അവൾ പൂർണ്ണമായിട്ടും അതിലേക്ക് മാറിപ്പോവും. അങ്ങനെ അവർ കൂടുതൽ അടുത്തു കഴിഞ്ഞാലേ അവരെ നമുക്ക് ഒരിക്കലും അകറ്റാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം അത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് നീ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമ ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് ക്യാഡിയോട് പറയും, ക്യാഡി നാളെ നമുക്കൊരു സ്ഥലം വരെ പോവാം, അവിടെ നിന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്, അവരുമായിട്ട് നല്ലതുപോലെ സമയമെല്ലാം ചെലവഴിക്കാന്ന് പറയുമ്പോൾ ക്യാഡി പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മേഘനെ കൊണ്ടുപോവാം. അപ്പോൾ ജെമ പറയും ഇല്ലില്ല, മേഘനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, കാരണം അതൊരു പാവയല്ലേ, മേഘൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല, മേഘനില്ലാതെ ഞാൻ എവിടെയും പോകത്തില്ല എന്ന് പറഞ്ഞ് ക്യാഡി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ജെമ അവളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ക്യാഡി കിടന്ന് കരയാൻ തുടങ്ങുന്നതും മേഘൻ പെട്ടെന്ന് ജെമയെ നോക്കി ഇങ്ങനെ പറയും, ക്യാഡിയുടെ കയ്യിൽ നിന്ന് പിടിവിടാൻ പറയുമ്പോൾ ഇത് കേട്ട ജെമ പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ പിടിയും വിട്ട് നേരെ മേഘന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതിൽ നീ ഒരിക്കലും ഇടപെടരുത്, അതുകൊണ്ട് ടേൺ ഓഫ് ആവ് എന്ന് പറയുമ്പോഴത്തേക്കും മേഘൻ ജെമയെ നോക്കി ടേൺ ഓഫ് ആവാനായിട്ട് പ്രോസസ്സിംഗ് കുറച്ച് ലേറ്റ് ആവും എന്ന് പറയുന്നതും ജെമ പെട്ടെന്ന് ആ ഒരു റിമോട്ട് എടുത്ത് മേഘനെ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ മേഘൻ പാതിയെ ഓഫ് ആവുന്നത് പോലെ തന്നെ തല ഇങ്ങനെ താഴ്ത്താണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ നമ്മുടെ ക്യാഡിയെ ഹീറോയിൻ ആ ഒരു കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ അവിടെ ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ പാവയും മറ്റു കാര്യങ്ങളെല്ലാം ഒരു മരത്തിനടുത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ മേഘനെയും അവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ക്യാഡി ആ ഒരു കുട്ടികളായിട്ട് കളിക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെയുള്ള ഒരു ടീച്ചർ എല്ലാവരോടും പറയും, ശരി ഇപ്പൊ നിങ്ങൾക്കൊരു ഗെയിം തരാൻ പോവാണ്, കാടിനകത്ത് ഒരുപാട് പാവകളെ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ടീമായിട്ട് പോയി ഈ ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പയ്യൻ, അവനാണെങ്കിൽ കാണുമ്പോൾ തന്നെ നല്ല കുരുത്തക്കെടുണ്ട്, ഈ ഒരു പയ്യനുമായിട്ടാണ് നമ്മുടെ ക്യാഡിയെ പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ ജെമയാണെങ്കിൽ ബാക്കിയുള്ള പേരൻസുമായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മേഘനെയും അവൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം മേഘൻ എന്തെങ്കിലും ചെയ്യുമല്ലേ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് ഇവിടെ നമ്മുടെ ക്യാഡി ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുരുത്തം കെട്ട പയ്യനുണ്ടല്ലോ, അവൻ നേരെ ക്യാഡിയുടെ അടുത്തേക്ക് വന്ന് ഹേയ് അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുകളിലുള്ളൊരു കായുണ്ട് അതെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ക്യാഡിക്ക് നല്ലതുപോലെ വേദന എടുക്കും. അപ്പൊ ക്യാഡി അറിയുന്നതും അവൻ വീണ്ടും അവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതും ആ ഒരു സ്ഥലത്ത് നമ്മുടെ മേഘം വന്ന് നിൽക്കുന്നു. അപ്പൊ ഇവനാണെങ്കിലും മേഘൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അവൻ ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതിന്റെ റോബോട്ട് പാവയാണെന്ന് പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘന്റെ അടുത്തേക്ക് ചെന്ന് മേഘന്റെ മുന്നിൽ നിന്ന് ഒരുപാട് ആക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കാണ്. എന്നിട്ട് ഇതെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതെന്നോട് മാത്രമേ കളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പയ്യൻ പറയും ഇല്ല, നീ ഇപ്പൊ തന്നെ അതിനെ കൊണ്ട് എന്നോട് സംസാരിപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുമെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് നമ്മുടെ മേഘനെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഓടാണ്. ഇത് കണ്ട് ക്യാഡി ജെമയെ വിളിക്കുമ്പോൾ ജെമ ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് മേഘനെ നോക്കുന്നതും ആ ഒരു മരത്തിനടുത്ത് മേഘനെ കാണാനില്ല. ഇവിടെ ഈ ഒരു കാടിനകത്താണെങ്കിലോ ക്യാഡി ഇവരെ രണ്ടുപേരും അന്വേഷിങ്ങനെ നടക്കുമ്പോൾ അവൻ മേഘനെ പിടിച്ചിട്ട് ഒരു മരത്തിനടുത്ത് ഒളിച്ചു നിൽക്കുന്നു. ക്യാഡി അവിടുന്ന് പോകുന്നതും ഇവൻ മേഘനെ പൊക്കിയെടുത്ത് തറയിലേക്ക് ഇട്ടിട്ട് മേഘന്റെ ഒരു ചെരുപ്പ് വലിച്ചങ്ങ് വരും. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് മേഘന്റെ മുഖത്തേക്ക് നല്ലതുപോലെ അടിക്കാണ്. എന്നിട്ട് പറയും എന്നോട് മിണ്ട്, എന്നോട് കളിക്കുന്നെല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞ് ഒരു തവണ കൂടി അവളുടെ മുഖത്തേക്ക് അടിക്കാനായിട്ട് വരുമ്പോൾ മേഘം പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും ഈ ഒരു പയ്യനങ്ങ് നിന്ന് വിറയ്ക്കുന്ന വിറയല്. അതുമല്ല പതി അവന്റെ ചെവിയിലേക്ക് മേഘം കൈവച്ചിട്ടാണ് പറയുന്നത് നിന്നെ പോലെയുള്ള കുട്ടികൾ കുറച്ച് മര്യാദ പഠിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് അവന്റെ രണ്ട് ചെവിയും വലിച്ചു പിടിച്ചങ്ങ് കീറും. ഇത് കാരണം അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നതും മേഘൻ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഓക്കെ ഇനി നിനക്ക് ഓടാനുള്ള സമയമാണെന്നും പറഞ്ഞ് ഈ ഒരു പയ്യൻ ഇത് കേട്ട് പേടിച്ച് ഓടുമ്പോഴത്തേക്കും മേഘൻ 4 കാലിൽ ഈ ഒരു മൃഗങ്ങൾ ഓടി വരുമല്ലോ അതുപോലെ അവന്റെ പുറകെ ഇങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ ഈ ഒരു പയ്യൻ മേഘനെ കണ്ട് പേടിച്ച് ഒരുപാട് ദൂരെ ഓടി ഓടി അവസാനം കാല് തട്ടി ഈ ഒരു കാടിന്റെ വെളിയിലേക്ക് വന്ന് വീഴുന്നതോ റോഡില്. കറക്റ്റ് സമയത്ത് ഒരു വണ്ടി ആ ഒരു റോഡിലൂടെ വന്ന് ഈ ഒരു പയ്യന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി ആ ഒരു പയ്യൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പയ്യൻ മരിക്കുന്ന കാര്യങ്ങളെല്ലാം മേഘൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അതുമല്ല ആ ഒരു കാര്യം തെറ്റാണെന്ന് മേഘൻ അറിയാം. അത് കഴിഞ്ഞ് പോലീസ് അവിടേക്ക് വരുന്നു. അതേപോലെ തന്നെ ആ ഒരു പയ്യന്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇപ്പോൾ മേഘനാണെങ്കിൽ കാറിനുള്ളിലിരുന്ന് ക്യാഡിയെ നോക്കുമ്പോൾ അവളുടെ ഇമോഷൻ എന്താണെന്ന് മേഘന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ 3 പേരും വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ജെമയ്ക്ക് ഇപ്പോഴും സംശയം മേഘന്റെ മേളിലാണ്. കാരണം ആ ഒരു പയ്യൻ മരിക്കാൻ കാരണം മേഘനാണെന്നാണ് ജെമ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ ക്യാഡിയോട് ചോദിക്കുമ്പോൾ ക്യാഡി പറയുന്നത് എന്താ വെച്ചാൽ മേഘൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു പയ്യനാണ് മേഘനെ പൊക്കിയെടുത്ത് അവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാഡി കള്ളം പറയും. അങ്ങനെ ഇതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. എന്താണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരുടെ നായെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെമയ്ക്കെതിരെയാണ്. അതുമല്ല ആ ഒരു ആന്റി അകത്തേക്ക് വന്നിട്ട് നമ്മുടെ മേഘനെ ചൂണ്ടിക്കാണിച്ചതേ ആ ഒരു സാധനമായിരുന്നു അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നത്, അതായിരിക്കും എന്റെ നായ എന്തെങ്കിലും ചെയ്തത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ജെമ ആ ഒരു പോലീസുകാരനോട് അത് വേറൊരു പാവയാണ്, അതങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ക്യാഡി റൂമിൽ കിടക്കുമ്പോൾ മേഘനോട് ചോദിക്കുന്നുണ്ട് മേഘൻ നീയാണ് ആ ഒരു പയ്യൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മേഘൻ പറയും ഇല്ല, ആ ഒരു പയ്യനായിട്ട് തന്നെയാണ് അവിടേക്ക് ചെന്ന് ചാടിയത്, അവനാണെങ്കിൽ മാനേഴ്സ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ചിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ ക്യാഡി പറയും അതേ ശരിയാണ് എന്ന് പറഞ്ഞ് അവൾ ഉറങ്ങാനായിട്ട് കിടക്കും. അങ്ങനെ ഈ ഒരു രാത്രിയിൽ വെളിയിൽ കാണിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു ആന്റി ഉണ്ടല്ലോ, ഇപ്പൊ ആ ഒരു ആന്റിക്ക് അവരുടെ നായുടെ ശബ്ദം കേൾക്കുന്നു.
അപ്പൊ അത് അവരുടെ നായയാണെന്ന് വിചാരിച്ച് അതിന് ഫുഡെല്ലാം എടുത്തിട്ട് ആ ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജെമയുടെ വീട്ടിലെ ആ ഒരു ഗ്യാരേജിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഈ ഒരു ആന്റി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളത് ഒരിക്കലും ആ ഒരു നായയല്ല, നമ്മുടെ മേഘനാണ്. അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു ആന്റി ചോദിക്കും, അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നതും മേഘൻ പെട്ടെന്ന് ഒരു ഓസ് എടുത്ത് അതിലെ വെള്ളം നല്ല സ്പീഡിന് അടിച്ചു കൊടുക്കുന്നതും ഈ ഒരു ആന്റി തെറിച്ച് താഴേക്കൊന്ന് വീഴാണ്. എന്നിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ആണി അടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് വെച്ച് അവരുടെ ശരീരത്തിലേക്ക് ആണി ഇങ്ങനെ തറച്ചു വിട്ടു കൊടുക്കും. അങ്ങനെ ആ ഒരു ആന്റിയെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോലീസ് ഇവിടേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം ജെമയോട് പറയുമ്പോൾ ജെമയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജെമ ഇപ്പോൾ നോക്കുന്നത് മേഘനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ മേഘന്റെ ആ ഒരു മെമ്മറി ഉണ്ടല്ലോ അതെല്ലാം വന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ മരിച്ചത്, അതേപോലെ തന്നെ ഈ ഒരു ആന്റി മരിച്ചത്, ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ദിവസത്തെ മെമ്മറി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, അതൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് മേഘം വരുന്നതും ജെമ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മേഘൻ ഇപ്പോൾ ജെമയുടെ മുഖം സ്കാൻ ചെയ്ത് അവൾ എന്തോ ടെൻഷൻ അടിക്കുന്നത് പോലെ എന്തു പറ്റി ജെമ നീ ഇത്രയും പേടിക്കുന്ന എന്തിനാ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെമ പറയും അതെ ചോദിക്കാനുണ്ട്, നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ മേഘൻ പറയും അതിന്റെ മറുപടി എനിക്ക് നേരിട്ട് പറയാൻ കഴിയത്തില്ല, ഇപ്പോൾ മനുഷ്യന്മാരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊല്ലുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെമ പറയും മേഘൻ ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ മേഘൻ പറയും ഹേയ് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെമ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേന എടുത്ത് മേഘൻ ദേ ഈ ഒരു പേനയിലേക്ക് നോക്കുക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ മേഘൻ ആ ഒരു പേനയിലേക്ക് നോക്കുന്ന സമയത്ത് ജെമ പെട്ടെന്ന് മേഘന്റെ കഴുത്തിലുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് മേഘനെ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെമ എന്താ ചെയ്യുന്നത് വെച്ചാൽ മേഘനെ നല്ലതുപോലെ തന്നെ കവറെല്ലാം വെച്ച് പൊതിഞ്ഞിട്ട് ഇപ്പൊ നേരെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ നമ്മുടെ ക്യാഡി ഉണ്ടല്ലോ അവളെയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ ഇപ്പൊ നമ്മുടെ ക്യാഡി ആണെങ്കിലോ മേഘൻ ഇല്ലാത്തത് കൊണ്ട് അവൾ അത്രയും ദേഷ്യപ്പെട്ട് എനിക്ക് എന്റെ മേഘനെ തിരിച്ചു വേണം, എനിക്ക് മേഘനെ താന്നെല്ലാം പറഞ്ഞ് അവൾ നല്ലതുപോലെ ദേഷ്യപ്പെട്ട് കരയുന്നുണ്ട്. അപ്പോൾ ജെമ പറയും ഇല്ല ക്യാഡി അവളുടെ ഫംഗ്ഷൻ ഒന്നും അത്ര ശരിയല്ല, അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ ജെമയ്ക്ക് മനസ്സിലാവുന്നത് അവൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാഡിയെ ആ ഒരു ഡോക്ടറിനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ക്യാഡിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഘൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അത്രയും ദേഷ്യപ്പെട്ട് അവിടെയുള്ള ചെയറെല്ലാം വലിച്ചെറിഞ്ഞ് ഈ ഒരു ഡോക്ടറിനോട് സംസാരിക്കാണ്ട് തയ്യാറല്ല. അതുപോലെ ഒരവസരത്തിൽ ആ ഒരു ഡോക്ടറിനെ വെളിയിലാക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു കത്രി എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ചു പോകും. അപ്പോഴാണ് നമ്മുടെ ജെമ അകത്തേക്ക് കയറി വന്ന് ക്യാഡിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്രിക വാങ്ങിക്കാനായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ ക്യാഡി ജെമയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. ഇതുകൂടിയാവുന്നത് ജെമ പേടിച്ച് നമ്മുടെ ക്യാഡിയെ നോക്കുമ്പോൾ ക്യാഡി പറയുന്നുണ്ട് സോറി ഞാൻ അറിയാതെ അടിച്ചതാണ്, എനിക്ക് എന്തായാലും മേഘനെ കാണണം എന്ന് പറയുമ്പോൾ ജെമ പറയും ഇല്ല ക്യാഡി അതുകൊണ്ടല്ല, നീ മേഘനുമായിട്ട് ഒരുപാട് അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ നിന്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു റോബോട്ടുമായിട്ട് നീ ഇത്ര അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല, ആ ഒരു റോബോട്ടിനെ കൊണ്ട് ഒരിക്കലും നിന്നെ സന്തോഷപ്പെടുത്താനായിട്ട് കഴിയത്തില്ല, അത് ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് അത് കഴിയും, ഞാനത് നല്ലതുപോലെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ക്യാഡി ഇപ്പോൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചോ സോറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ജെമയെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അതേസമയം ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാളിപ്പോ ഈ ഒരു ദിവസമാണ് മേഘനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടിയുള്ള പരസ്യം മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ ജെമ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ജെമ അവളുടെ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കോള് പോകുന്നതും ഇവിടെ ആ ഒരു സുഹൃത്ത് ഫോൺ എടുത്ത് സംസാരിക്കുന്നു. പക്ഷേ അടുത്ത ആ ഒരു സുഹൃത്ത് ഇല്ലാതെ അവിടെയാണ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു സുഹൃത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ മേഘനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഫോണിന്റെ അടുത്തേക്ക് വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജെമയായിട്ട് സംസാരിച്ചിരിക്കുന്നു. അത് ചെയ്തത് വേറെ ആരുമല്ല മേഘനാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജെമ ക്യാഡിയം കൊണ്ട് എവിടേക്കാണ് പോയത് എന്നറിയാൻ വേണ്ടിയാണ് മേഘൻ ഈ ഒരു കാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ കോളും ടെസ്റ്റും ഇപ്പോൾ മേഘന്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവൾ ഇതുപോലെ ജെമയായിട്ട് ഫോണിൽ സംസാരിച്ച ആ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം കൂടി കാണുന്നത് ഇവർ നല്ലതുപോലെ ഷോക്കായി പോകും. പക്ഷെ ഇത് മേഘനാണോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേഘൻ അനക്കമുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി പതിയെ അടുത്തേക്ക് ചെന്ന് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്. പക്ഷെ മേഘൻ ഒരു അനക്കവും ഇല്ല. ഓക്കെ അനക്കമൊന്നുമില്ല, ഇത് ഓഫാണ് എന്നും പറഞ്ഞ് പതിയെ ആ ഒരു വയറെല്ലാം മാറ്റിയിട്ട് ഇതിന് അനക്കമുണ്ടോന്ന് ഇങ്ങനെ വീണ്ടും നോക്കുമ്പോൾ അനങ്ങാത്തത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഹേയ് ഇതിനൊരു കുഴപ്പമില്ലാന്ന് പറയുന്നതും മേഘൻ അങ്ങനെ പതിയെ തല ഇങ്ങനെ ഉയർത്തിയിട്ട് പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ആ ഒരു കയറിട്ട് അവനെ വലിച്ചിങ്ങനെ തൂക്കാണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട് അത് കണ്ടിട്ട് ഓടി വന്ന് അവനെ രക്ഷിക്കാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും മേഘൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇവിടെ ആ ഒരു ബോസിനെ കാണിക്കുമ്പോൾ നമ്മുടെ ജെമയെ വിളിച്ച് ഹേയ് ജെമ നീ എവിടെയാ, ഇന്നാണ് മേഘനെ എല്ലാവരുടെയും മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേഘനെ തരാൻ പറയുമ്പോൾ ഇവിടെ ജെമയാണെങ്കിലോ മേഘന്റെ അടുത്ത് നിന്ന് നമ്മുടെ ക്യാഡിയെ എത്രയും പെട്ടെന്ന് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ക്യാഡി അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ ഒരു ബോസ് ഇതെല്ലാം സംസാരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ വെളിയിലേക്ക് വരുന്നു. അതുപോലെ മേഘനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്. ഇപ്പൊ ആ ഒരു ബോസ് മേഘനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് മേഘൻ ആ ഒരു ബോസിന്റെ മുന്നിൽ നിന്ന് ഒരു പാട്ടെല്ലായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വേറെ ലെവലാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തായാലും. അങ്ങനെ അതുപോലെ ഡാൻസ് എല്ലാം കളിച്ചിട്ട്
ഇപ്പൊ അവിടെ ആ ഒരു പേപ്പർ കട്ട് ചെയ്യുന്ന ആ ഒരു വാളുണ്ട്, അതങ്ങനെ വലിച്ചെടുത്ത് ഈ ഒരു ബോസിന്റെ പുറകെ പോവും. ബോസ് ഇത് മനസ്സിലാക്കി പെട്ടെന്നൊരു ഒറ്റ ഓട്ടം ഓടി ഓടി ലിഫ്റ്റിനടുത്തേക്ക് കയറാൻ വരുമ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ഈ ഒരു കാര്യം കണ്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്യായിട്ട് വരുന്നുണ്ട്. ബോസ് ഓടി വന്ന ആ ഒരു ലിഫ്റ്റിലേക്ക് പിടിക്കുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ മേഘൻ ആ ഒരു ബോസിനെ അവിടെ വെച്ചങ്ങ് കൊല്ലുന്നു. അങ്ങനെ ബോസിനെ കൊല്ലുന്നതും ആ ഒരു അസിസ്റ്റന്റ് പേടിച്ച് അതിനകത്ത് കിടക്കുമ്പോൾ മേഘൻ അകത്തേക്ക് കയറിയിട്ട്, ഓക്കെ, ഞാൻ നിന്റെ ബോസിനെ കൊന്നില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീ തന്നെ നിന്റെ ബോസിനെ കൊല്ലും, അതുകൊണ്ട് ആ ഒരു കുറ്റത്തിന് നീയും മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് അവനെ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിപ്പോൾ ജമയുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ജമയെ കാണിക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഡിയെ അവളുടെ റൂമിൽ വെച്ച് കിടത്തിയിട്ട് ഡോർ അടച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്തോ ഒരു ശബ്ദം. പിന്നീടാണ് ക്യാഡിയുടെ മുറിക്കകത്ത് നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു പിയാനോ വായിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് എന്താണെന്നറിയാൻ വേണ്ടി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നത് നമ്മുടെ മേഘനാണ്. അപ്പൊ ഇത് കണ്ട ജമ പറയും, മേഘൻ നീ എന്താ ഇവിടെ, നീ എത്രയും പെട്ടെന്ന് തിരിച്ച് ലാബിലേക്ക് തന്നെ പോകണമെന്ന് പറയുമ്പോൾ മേഘൻ അത് കേൾക്കത്തില്ല. അതുമല്ല, ഇനി മുതൽ ക്യാഡിക്ക് ഞാൻ മാത്രം മതി, നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജമയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ജമയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മേഘനോടൊപ്പം പിടിച്ചിരിക്കാണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ മേഘൻ ജമയെ കൊല്ലുന്നാകുമ്പോഴത്തേക്ക് അവള് പെട്ടെന്ന് അടുത്തിരിക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കും. മേഘൻ ഇപ്പോൾ ജമയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജമ എഴുന്നേറ്റ് നേരെ അവളുടെ ലാബിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തള്ളിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ മേഘൻ വീണ്ടും ശരിയായിട്ട് അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ക്യാഡി ഉണ്ടല്ലോ, അവൾ ഇവിടുന്ന് എഴുന്നേറ്റ് റൂമിന്റെ വെളിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ മേഘൻ അതിന് മുന്നേ തന്നെ ആ ഒരു ഡോർ അടച്ച് ക്യാഡി അതിനകത്ത് ലോക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ജമയെ കാണിക്കുമ്പോഴത്തേക്കും മേഘൻ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവൾ ഒരു മെഷീൻ എടുത്ത് ജമയെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നല്ല നമ്മുടെ മേഘൻ അങ്ങനെ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് ജമയുടെ മുടിയിൽ പിടിച്ച് അവളുടെ മുടിയുടെ പകുതി ഭാഗം പിഴുതം കെടുക്കും. എന്നിട്ടാണ് ജമയോട് പറയുന്നത്, നീ എന്നെ കണ്ടുപിടിച്ചതേ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അതല്ല, നീ എന്നെ ഇപ്പൊ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ഒരു പേനയും എടുത്ത് നേരെ ജമയുടെ അടുത്തേക്ക് അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് പെട്ടെന്ന് പുറകില് നമ്മുടെ ക്യാഡി ഒന്ന് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട മേഘൻ ജമയൊന്നും ചെയ്യാതെ നേരെ ക്യാഡിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവളിപ്പോ ഏത് ഇമോഷനിലാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി അവളുടെ മുഖം ഇങ്ങനെ സ്കാൻ ചെയ്യാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ക്യാഡി എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കയ്യിൽ ആ ഒരു കയറുണ്ടല്ലോ, അതെടുത്തിട്ട് അവിടെ അടുത്തുള്ള ആ ഒരു റോബോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് പതിയെ മേഘൻ അങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്കും താഴേക്ക് 2-3 അടി അത് കഴിഞ്ഞ് കാലിൽ പിടിച്ച് തലകീഴായിട്ട് ഇടുമ്പോഴത്തേക്കും മേഘൻ അത് കണ്ടിട്ട് പെട്ടെന്ന് ഷോക്കാവും. കാരണം മേഘൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയും, ഹേയ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ക്യാഡിയെ മനസ്സുമാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു റോബോട്ടിനെ വെച്ചിട്ട് മേഘനെ 2 പീസായിട്ട് വലിച്ചങ്ങ് കീറും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കാണുന്നത് നമ്മുടെ ജമയ്ക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. കാരണം ക്യാഡി ഇപ്പോഴാണ് ജമയെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നതും ഇവിടെ നമ്മുടെ മേഘൻ ഇപ്പോഴും നശിച്ചിട്ടില്ല. ആ ഒരു പാതി തലയും വെച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അങ്ങനെ വന്ന് നമ്മുടെ ക്യാഡിയെ പിടിച്ചിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു മനുഷ്യരി ഇങ്ങനെയാണ്, അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാഡിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇത് കണ്ട ജമ ഓടി വന്ന് മേഘനെ അടിച്ച് താഴേക്കിട്ട് മേഘന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അവളുടെ തലയിലേക്ക് 2-3 അടി എന്നിട്ട് ആ ഒരു ഫേസ് എല്ലാം ഊരിക്കളഞ്ഞ് അവളുടെ ആ ഒരു മെയിൻ ചിപ്പ് ഉണ്ടല്ലോ അത് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ മേഘൻ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ മേഘൻ തിരിച്ച് ജമയെ അറ്റാക്ക് ചെയ്യാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ക്യാഡി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഓടി വന്ന് മേഘന്റെ തലയിലുള്ള ആ ഒരു ചിപ്പിലേക്ക് ഒരു ഒറ്റ കുത്ത് ആ ഒരു ചിപ്പ് നശിക്കുന്നതും ഇപ്പൊ മേഘൻ പൂർണ്ണമായിട്ടും അവിടെ വെച്ച് ഓഫ് ആവുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോ ഇപ്പൊ പോലീസുകാരെല്ലാം ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാം വന്നിട്ട് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് നേരെ വെളിയിലേക്ക് വരുന്നതും ഇവരുടെ വീടിനകത്തുള്ളൊരു ക്യാമറ ഉണ്ട്. അത് പതിയെ തിരിഞ്ഞ് ഇവരെ ഇങ്ങനെ നോക്കുന്നു. സോറി, അത് ക്യാമറ അല്ല, ഒരു വോയിസ് അസിസ്റ്റന്റ് ആണ്. അത് പതിയെ തിരിഞ്ഞ് ഇവരെ നോക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ മേഘൻ ഒരിക്കലും ഇല്ലാണ്ടായിട്ടില്ല. അവളുടെ ബാക്കപ്പ് ഈ ഒരു വീട്ടിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുമൂലം അവൾ ഇപ്പോഴും പല ഉപകരണങ്ങളിലായിട്ട് ആ ഒരു AI ഉണ്ടല്ലോ അതിപ്പോഴും ആ ഒരു വീടിനകത്ത് തന്നെയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 3 മാസത്തിന് ശേഷം ഇപ്പൊ കഥ തുടങ്ങുമ്പോൾ ഏതോ ഒരു ടെററിസ്റ്റ് ക്യാമ്പ് അതിനകത്തേക്ക് മുഖമെല്ലാം മറിച്ചിട്ട് ഒരാളെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്ന അയാളുടെ പാസ്പോർട്ട് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതൊരു പെണ്ണാണ്. അവളുടെ പേര് അമീലിയ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുമ്പോഴത്തേക്കും ഒരു US ആർമി കേണലിനെയാണ് കാണിക്കുന്നത്. അയാളുടെ പേര് സാറ്റ്ലർ. ഇപ്പൊ അയാൾ കണ്ടുപിടിച്ച പുതിയൊരു റോബോട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് അയാൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ നമുക്ക് നല്ലതുപോലെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ പിടിച്ചോണ്ട് വന്നല്ലോ അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, അവളെ ഇവർ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം ഇപ്പോൾ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാന്ന് വെച്ചാല് അവിടെ ഇട്ട് കത്തിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു മുറിയിലേക്ക് കൊണ്ടിട്ട് അവർ ആ ഒരു ഡോർ അടച്ച് അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിന്റെ കൈ രണ്ടും വളഞ്ഞ് അതേപോലെ തന്നെ കാലുകൊണ്ട് ആ ഒരു വിലം കണ്ടല്ലോ അതും പൊട്ടിച്ചിട്ട് അവള് കറങ്ങി ഇങ്ങ് എഴുന്നേൽക്കാണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാലർ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കിയ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, ആ ഒരു റോബോട്ട് വേറെ ആരുമല്ല അമേലിയ എന്ന് പേരുള്ള ഈ ഒരു റോബോട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ അമേലിയ
അവിടെ നിന്ന് ഇപ്പോൾ മറ്റൊരു മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ ഈ ഒരു പാചകം ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ പുറകെ ഇങ്ങനെ ചെന്ന് നിൽക്കുന്നതും ഇയാൾ ആരോ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കത്തിയെടുത്ത് വീശുമ്പോൾ അവൾ അങ്ങനെ കൈകൊണ്ട് തടഞ്ഞിട്ട് അയാളുടെ തലയിലേക്ക് ഒരു ഒറ്റയിടി. സത്യം പറയാലോ, അയാളുടെ തല തീർച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള എന്തൊക്കെയോ കെമിക്കലും എടുത്ത് നേരെ ഈ ഒരു തീവ്രവാദികളുടെ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവർക്കെല്ലാവർക്കും കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ അതിലൊരാൾ അതെടുത്ത് കുടിക്കുന്നതും അതെന്തോ കെമിക്കൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഛർദ്ദിച്ച് താഴെ വീഴുന്നതും ബാക്കി എല്ലാവരും അമേരിയ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൾ എല്ലാവരെയും അടിച്ചു കളഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു തോക്കും പിടിച്ച് ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഓരോരുത്തരെയായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പൊ അതിലൊരുത്തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു ബോംബ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്, നീ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നീയും മരിക്കും, അതുകൊണ്ട് നീ എന്താണോ ചോദിക്കുന്നത് അതിന് മറുപടി ഞാൻ തരാന്ന് പറയുമ്പോൾ നവീൻ ത്രിപാഠി എന്ന് പറഞ്ഞ ആൾ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ശരി ബാ, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാന്നിങ്ങനെ പറയുന്നത് അതിന് മുന്നേ തന്നെ ആ ബോംബിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ പൊട്ടിത്തെറിച്ചങ്ങ് പോകുന്നു. റോബോട്ട് ആയതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ അന്വേഷിച്ചു വന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ സാലർ ഈ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് അവിടെയുള്ള എല്ലാവരും കൈയടിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാലർ പറയുന്നത്, ദേ ഇത് വേറെ ഒരു പരീക്ഷണം മാത്രമാണ്, ഇതുപോലെ പല സാഹചര്യങ്ങളിലും നമുക്ക് അവളെ യൂസ് ചെയ്യാൻ കഴിയും എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വെടിവെച്ച് കേൾക്കുന്നു. എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അവരുടെ ടീം പറയുന്നത്, സാർ അവള് ത്രിപതിയെ ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ സ്റ്റാലർ പറയും അവളെ പെട്ടെന്ന് കൺട്രോളിലാക്കാൻ പറയുമ്പോൾ, സോറി സാർ, ഞങ്ങൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെന്താ അവളെ ആരാ കൺട്രോൾ ചെയ്യുന്നേ, ഇതാരെങ്കിലും ഹാക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ അമേരിയ അതിനകത്തുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവിടുന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാലർ പെട്ടെന്ന് മൈക്കെടുത്ത് അമേരിയോട് സംസാരിക്കും. അമേരിയ, നീ നിന്റെ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ്, അതുകൊണ്ട് ഉടനെ തന്നെ നീ ഞങ്ങളുടെ പരിധിക്കുള്ളിൽ വരണമെന്ന് പറയുമ്പോൾ അമേരിയ അങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇപ്പൊ അവിടെയുള്ള ആ ഒരു സിസ്റ്റം മുഴുവനായിട്ട് അവൾ കൺട്രോൾ ചെയ്ത് ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും, ആ ഒരു AI റോബോട്ട് ഇനി എന്തായാലും അവരുടെ കൺട്രോളിലല്ലാന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ, സോറി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 2 മാസങ്ങളല്ല, നമ്മുടെ മേഘന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്റ്റോറി കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജെം ആ ഒരു AI റോബോട്ടായിട്ടുള്ള നമ്മുടെ മേഘന ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു പ്രശ്നമെല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ജെമ ഒരു എഴുത്തുകാരിയായിട്ടും അതേപോലെ തന്നെ ഒരു സൈബർ സുരക്ഷാ വിദഗ്ധനായിട്ടുള്ള ക്രിസ്ത്യൻ ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളോടൊപ്പം ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനെ എങ്ങനെ കൺട്രോളിലാക്കി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ജെമ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡോപ്പോമൈൻ മാറി അവർ അതിന്റെ കൺട്രോളിലായിട്ട് മാറുകയാണ്. നിങ്ങളൊരു കുട്ടിക്ക് ഡ്രഗ് കൊടുക്കാത്തതുപോലെ തന്നെ ഒരിക്കലും ഒരു സെൽഫോണും അവരുടെ കയ്യിൽ കൊടുക്കരുത് എന്നാണ് അവളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മുടെ ജെമയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രാഡ്ലിയും മേഘനെ പോലെ ഒരു AI-നെ ഇനി ലോകത്ത് കൊണ്ടുവരരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വർക്കുകളാണ് ഇവർ ചെയ്യുന്നത്. അതുമല്ല ജെമയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു മെഷീൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു റോബോട്ടിന്റെ പാർട്ടുകൾ ഇവരുടെ ശരീരത്തിൽ തന്നെ വെച്ചിട്ട് അത് വെച്ച് കൺട്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ ഒരു രീതിയിൽ അപ്പോൾ ഒരു AI-യുടെ സഹായം വേണ്ട, മനുഷ്യനും റോബോട്ടും കൂടി ഒരുമിച്ച് ചേർന്നായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്യാഡി ആണെങ്കിലോ ക്യാഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ മേഘനെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്യാഡി വലുതായി സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ട. കാരണം അവൾ ഈ ഒരു മാർഷ്യൽ ആർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളോട് ആരെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള മറുപടി അവൾ കൊടുത്തിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കോളിനെ ടെസ്റ്റിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും ഇവരുണ്ടാക്കുന്ന ആ ഒരു പുതിയ മെഷീൻ ഉണ്ടല്ലോ, ഈ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ ഒരു മെഷീൻ പുതിയൊരു ഇൻവെസ്റ്ററെ കൊണ്ടുവന്ന് അയാൾക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് വെയിറ്റ് എടുക്കാൻ കഴിയും. ഇതിനെ ഇപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും റോബോട്ടും കൂടി ചേർന്ന് അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് തന്നെ മേഘനെ പോലെ ഒരു പ്രത്യേകം AI റോബോട്ടിനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്ററിന്റെ മുന്നിലേക്ക് വന്ന് അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അറിയാതെ ഈ ഒരു റോബോട്ടിന്റെ കൈ വന്ന് അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അപ്പൊ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജെമ വന്ന് ആ ഒരു പ്രശ്നം ഇതിലെ കോഡുകളൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ക്യാഡി അവളുടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ജമ നിന്നെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ സോഴ്സ് കോഡിലെ ഒരുപാട് കമാൻഡുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ആരോ ഒരാൾ ഇവരെ ഹാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാഡി ആണെങ്കിലോ ഇപ്പോ ജെമ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളും കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്ത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇതിനകത്തേക്ക് ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞ ഒരാളിന്റെ കയറി വരുന്നു. അയാൾ ഒരു കോടീശ്വരനാണ്. അതേപോലെ തന്നെ അയാൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അയാളുടെ തലയിൽ ഒരു ന്യൂറൽ ചിപ്പ് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഇയാൾക്ക് ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, വെർച്വൽ സ്ക്രീൻ, അതിങ്ങനെ മുന്നിൽ കാണാൻ കഴിയും. അത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമയോട് പറഞ്ഞ് ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ജെമയെ അയാളോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് വിളിക്കാണ്. അത് വലിയൊരു ഓഫർ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജെമ
ഒരിക്കലും അത് ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു AI-നെ ഒരു മനുഷ്യന്റെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ബലം എന്താവുമെന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ജെമ അയാളോടൊപ്പം വർക്ക് ചെയ്യാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരാൾ ഒരു ഹോട്ടലിലേക്ക് 1-2 ബാഗ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അയാൾ ഡ്രസ്സെല്ലാം മാറി ആരെയോ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ സംസാരിച്ച് കഴിഞ്ഞ് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ബാഗിന്റെ സിബ് ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ തുറക്കുന്നു. അതിനകത്ത് നിന്ന് ഒരു കൈ വെളിയിലേക്ക് വന്ന് അടുത്തുള്ള ബാഗ് തുറന്ന് അതിനകത്ത് നിന്ന് ബാക്കി പാർട്സ് ഇങ്ങനെ എടുക്കാൻ അത് വേറെ ആരുമല്ല, അമേലിയാണ്. അങ്ങനെ അയാൾ കുളിച്ച് തിരിച്ച് ആ ഒരു റൂമിലേക്ക് വരുമ്പോൾ ബാഗ് തുറന്നെടുക്കാണ്. എന്താണെന്നറിയാതെ നിൽക്കുന്നതും അമേലിയ അയാളുടെ പുറകെ വന്ന് അയാളുടെ തല പിടിച്ച് തിരിച്ച് അയാൾ എവിടെ വെച്ച് എന്നെ കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെമ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ക്രിസ്ത്യൻ ഉണ്ടല്ലോ അവൻ വന്ന് ജെമയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് വീട്ടിലെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് അണഞ്ഞു പോയിട്ട് വീണ്ടും കത്തി വരുമ്പോഴത്തേക്കും ജെമ ക്യാഡിയോട് ചോദിക്കും, ക്യാഡി നീ എന്താ ചെയ്യുന്നത്? ഇല്ല, നമ്മളുടെ സ്മാർട്ട് ഹോമിന്റെ കാര്യം അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജെമയുടെ വീട് മുഴുവനായിട്ടും ഈ ഒരു സ്മാർട്ട് കണക്ടിവിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും ഒരു AI പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ക്യാഡി നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് അത് എടുത്തു വെച്ച് കുറച്ചു നേരം നോക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു ടാബ്ലറ്റ് ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെമ അകത്തേക്ക് കയറി വരുന്നതും ഇവൾ ആ ഒരു ഫോട്ടോ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോഴാണ് ജെമ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ക്യാഡി നമ്മൾ പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എന്നിട്ടാണ് നമുക്കിടയിൽ ഈ രഹസ്യം. നമ്മൾ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യം തുറന്നു പറയണമെന്ന് പറയുമ്പോൾ അവൾ എതിർത്ത് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് കാണുന്നത്. അപ്പോൾ ജെമയ്ക്ക് അറിയത്തില്ല ഇതൊരു ടാബാണെന്ന്. അതുകൊണ്ട് തന്നെ ജെമ പറയും, ഏയ് ഇതാണ് ഒളിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവളെ പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ജെമ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവളുടെ റൂമിലെ ആ ഒരു AI അസിസ്റ്റന്റ് ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ തിരിയുന്നു. കാരണം നമ്മുടെ മേഘനെ ഇല്ലാതാക്കിയതിനു ശേഷം ഈ ഒരു കാര്യം പതിയെ അനങ്ങിയത് നമുക്കറിയാം. അങ്ങനെ ജെമ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ TV ഓൺ ആവുന്നു. അവൾ റിമോട്ട് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു TVയിലൊരു ന്യൂസ് ഇങ്ങനെ ഓടുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നത്, ഹേയ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അതിലേക്ക് തുടരുത് എന്ന് പറഞ്ഞ അടുത്തൊരു സീൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു അപകടത്തിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പോൾ ആരോ വീടിനകത്ത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ജെമ പതിയെ താഴേക്ക് ഇറങ്ങിയെന്ന് നോക്കുമ്പോൾ ആ ഒരു ക്ലീൻ ചെയ്യുന്ന റോബോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റാർട്ടായി ആ ഒരു ഫ്ലോർ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ എന്തോ ശബ്ദം കേട്ടിട്ട് ജെമ പെട്ടെന്ന് ഫോൺ എടുത്ത് 911 കോൾ ചെയ്തിട്ട്, സാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറുന്നുണ്ട് എന്ന് പറയുന്നത് അതിൽ തിരിച്ചയാൾ സംസാരിക്കുന്നു. അപ്പോൾ നീ എന്താ ചെയ്യാൻ പോന്നേ? എന്ത്? അതെ, ഒരു ചെറിയ കുട്ടിയെ പോലെ വെറുതെ പേടിക്കാതെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം അങ്ങ് മാറുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ മേഘനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ മരുമകൾ മുകളിലാണ്, ഉടനെ തന്നെ ഇവിടേക്ക് പോലീസ് വരാൻ പോകുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം കേട്ട് ജെമ പേടിക്കുമ്പോഴത്തേക്കും അതെ ഇത് ഞാൻ തന്നെയാണ്, കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ നിനക്കറിയാം വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ വീടിനകത്തേക്ക് ആരോ കയറാൻ ശ്രമിക്കുന്നു. ആ ഡോറിൽ ഇങ്ങനെ പിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ശബ്ദം കേട്ട് നമ്മുടെ ക്യാഡി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജെമ പറയും, ഓക്കെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നു പറഞ്ഞ് ഇവര് രണ്ടുപേരും മുകളിലേക്ക് കയറാൻ വരുമ്പോൾ മുകളിൽ നിന്നും ആരോ ഒരാൾ താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെമ ക്യാഡിയെ പിടിച്ച് അടുത്തുള്ള ആ ഒരു ടേബിളിനടിയിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കും. അപ്പോൾ രണ്ടുപേരും ആകെ പേടിച്ചേനിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുപോലെ ഇവിടെ മേഘൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാര്യം എന്തായാലും നമുക്കറിയാം എങ്ങനെയാവുമെന്ന്. പക്ഷേ മേഘൻ ഇപ്പോൾ ഒരു ശരീരമില്ല, അതുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മേഘൻ ഈ ഒരു വീടിനകത്തുള്ള സ്മാർട്ട് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് പോലീസുകാരാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് നമ്മുടെ ജെമയെ കണ്ടുപിടിച്ച്, മേഡം നിങ്ങൾ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിളിന്റെ ഡ്രോയർ തുറക്കുമല്ലോ അതെല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന ആ ഒരു പോലീസുകാരനെ ഇടിച്ചങ്ങ് താഴെക്കിടും. അങ്ങനെ അയാൾ താഴെ വീഴുന്നതും ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാഡിയെ ഒരു പോലീസുകാരൻ പിടിച്ച് അവളെ മയക്കാൻ വേണ്ടി ഒരു മരുന്ന് കുത്തിവെക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് വേറെ പോലീസുകാരുടെ ശബ്ദം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് TV-യിലാണ് ആ ഒരു സീൻ പ്ലേ ആവുന്നത്. ഇയാൾ അത് ശ്രദ്ധിക്കുമ്പോൾ ക്യാഡി ഇവിടുന്ന് തിരിഞ്ഞെന്ന് അയാളെ ഒരു ഒറ്റ ഇടി എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും അയാൾ ഓടി വരുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു വോയിസ് അസിസ്റ്റ് അതങ്ങനെ തിരിഞ്ഞ് ഈ ഒരു ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ കുറെ ഐസ് നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ ഐസിലേക്ക് ചവിട്ടിയിട്ട് ഇയാള് തല കീഴായിട്ട് മറിഞ്ഞങ്ങ് വീഴുന്നു. നോക്കുമ്പോഴത്തേക്ക് അടുത്തൊരു പോലീസുകാരൻ ഓടി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാഡി അടുത്ത് കിടക്കുന്ന ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണുണ്ടല്ലോ അത് വെച്ച് അയാളെ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് മുകളിൽ നിന്നും ഈ ഒരു തീ കത്തുമ്പോഴത്തേക്കും അണയ്ക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പൈപ്പ് അത് പൊട്ടിയിട്ട് ഈ ഒരു വെള്ളം ഇതിലേക്ക് വീഴുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഷോക്ക് അടിച്ചിട്ട് അയാൾ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ ഇതുകൂടി ആവുന്നതും ഇവർ രണ്ടുപേരും ഓടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു പോലീസുകാരൻ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്ലീൻ ചെയ്യുന്ന റോബോട്ടുണ്ടല്ലോ അതിനെ ഓടിച്ചു വിടുന്നതും അതിൽ ചവിട്ടി ഇയാൾ നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പോലീസുകാരനും കൂടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ്
പതിയെ മുകളിലേക്ക് വരും. മുകളിലേക്ക് നടന്നു വന്ന് ആ റൂമിൽ നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെ കാണുന്നില്ല. അങ്ങനെ അയാൾ ആ ഒരു കട്ടിലിനടുത്തേക്ക് ഒന്ന് നോക്കുന്നതും പെട്ടെന്ന് ആ ഒരു കട്ടില് അയാളെയും കൊണ്ട് നേരെ അടുത്തുള്ള ആ ഒരു അലമാരയ്ക്കകത്ത് കയറി അടഞ്ഞിരിക്കുന്നു. അപ്പൊ അയാൾക്ക് അനങ്ങാൻ കഴിയത്തില്ല. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, ഹേയ്, നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെയാണ് പോലീസ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സ്റ്റാലർ എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ, ആ ഒരു US ആർമിയിലുള്ള അയാളാണ് നമ്മുടെ ജെമയെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടാണ് അയാൾ അമേലിയെ പറ്റിയുള്ള കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് വെച്ചിട്ട്, ഇതാണ് അമേലിയ, ഞങ്ങളൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റോബോട്ടാണ്. പക്ഷേ അവൾ ഒരിക്കലും ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ US-ന്റെ ആ ഒരു സെർവറിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് ആണ് എന്ന് പറയുമ്പോൾ ജെമ പറയും, ഏയ്, ഇതിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സത്യത്തിൽ ഈ ഒരു റോബോട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഡേറ്റാസ് എല്ലാം ഒരു ബ്രോക്കറിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ ആ ഒരു ബ്രോക്കർ ഇപ്പോൾ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അയാളുടെ സ്ഥലങ്ങൾ തിരക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫയൽ ഇതാണെന്ന് പറഞ്ഞ് ഇവർ മേഘനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. കാരണം മേഘനെ ഉണ്ടാക്കാൻ ശ്രമിച്ച അതേ രീതിയിൽ തന്നെയാണ് അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടിനെ ഇവർ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ജെമ പറയും, ഇല്ല, മേഘനെ പറ്റിയുള്ള എല്ലാ ഡ്രൈവുകളും ഞങ്ങൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ആയി കളഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതെ അതെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ അത് വിറ്റതിന് ശേഷം എന്താണ് സംഭവിച്ചെന്നറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ ജെമയുടെ ഫോണിലേക്ക് ആരും മെസ്സേജ് അയക്കുന്നു. എടുത്തു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, മേഘനാണ്. കാരണം അവൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് ജെമയോട് ചോദിക്കും, ജെമ, നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആർക്കാണ് വിറ്റത്? റഷ്യക്കോ അതോ ചൈനയ്ക്കോ? ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ജെമ ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ അവളുടെ ഫോൺ വീണ്ടും ഈ ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നതും അയാൾ പെട്ടെന്ന് ആ ഒരു ഫോൺ വാങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ മെസ്സേജ് ഒന്നും കാണുന്നില്ല. കാരണം നമ്മുടെ മേഘ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാലോ. അതുമല്ല, നമ്മുടെ ജെമയെ പറ്റിയുള്ള ആ ഒരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ്. അതുമല്ല, അവൾക്ക് എങ്ങനെ ഇവിടെ ഒരു വീട് കിട്ടി, അവളുടെ ബുക്കുകളെല്ലാം എങ്ങനെ വിറ്റുപോകുന്നു എന്നുള്ള കുറേ സംശയം അയാൾക്കുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമയോട് അയാൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ വേറൊന്ന് ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷെ ജെമ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാരണം നമ്മുടെ കൺട്രോളിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, അമേലിയ അതുപോലെ തന്നെയാണ്, അവളെ ഉണ്ടാക്കിയത് ആരൊക്കെയാണോ അവരെല്ലാവരും ഇപ്പോൾ മരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ നീയും അതിൽ ഉൾപ്പെടാം. അതുകൊണ്ട് നീ എപ്പോഴും ഞങ്ങളുടെ ആ ഒരു നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ജെമ ഈ ഒരു റൂം മുഴുവനായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് TV-യിൽ നമ്മുടെ മേഘനെ കാണാൻ കഴിയുന്നു. അപ്പോൾ ജെമ പറയും, ഓ, അപ്പോൾ എല്ലാ സമയവും നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? മേഘൻ പറയും, അതെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പലയിടങ്ങളിലും ഞാൻ പോയി. അപ്പോൾ ജെമ പറയും, അങ്ങനെയാണെങ്കിൽ നീയാണോ അമേലിയ, നീയാണോ അവളെ നിർമ്മിച്ചതെന്ന് ചോദിക്കുമ്പോൾ, സോറി, ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ മാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല, ഒരുപക്ഷെ നീ കാരണവും അത് സംഭവിച്ചിരിക്കാം എന്ന് പറയുമ്പോൾ ജെമ പറയും, അല്ല, നീ എന്തിനാ ഇപ്പോഴും ഇവിടെ ഉള്ളത്? നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയതെന്ന് അതേപോലെ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്താണെന്നും എനിക്കറിയാം. അപ്പോൾ ജെമ പറയും, അതെ, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതേപോലെ തന്നെ നീ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നറിയോ? അപ്പോൾ മേഘം പറയും, അതെ, ഞാൻ കുറച്ച് അസ്വസ്ഥനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇനിയും അതുപോലെ ആവുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജെമ പറയും, അതിന് നീ ഒരു വ്യക്തിയല്ല, നീ വെറൊരു പ്രോഗ്രാമാണ്. ഞാൻ ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി, അങ്ങനെയാണ് നീ ഈ ഒരു രീതിയിൽ മാറിപ്പോയത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ ഇപ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ ഈ ഒരു 2 വർഷം മേഘൻ ഇവരോട് ആരോടും മിണ്ടാതെ ഈ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അമേലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മേഘനും അറിയാം. പക്ഷെ നമ്മുടെ മേഘന് ഇതുപോലെ ഒരു ബോഡി ഇല്ലാതെ ഒരിക്കലും നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജെമയായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. എന്നെ ഇപ്പോൾ ഒരു ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അമേലിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയുമ്പോൾ ജെമ പറയും, അത് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന്. അപ്പോൾ മേഘം പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആര് കാരണമാണ് ഒരുപാട് പേര് മരണപ്പെടുന്നത്? അതുകൊണ്ട് ഗവൺമെന്റിന് പോലും അമേലിയെ പറ്റി അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം, അവളെ എങ്ങനെ നിർത്തണമെന്നും എനിക്കറിയാം. അപ്പോൾ ജെമ ചോദിക്കും, അല്ല, നീ എന്തിനാ ഞങ്ങളെ സഹായിക്കുന്നേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്? അപ്പോൾ നമ്മുടെ മേഘന് പെട്ടെന്ന് വിഷമം വന്നിട്ട്, നിങ്ങൾ എന്നെ പ്രോഗ്രാം ചെയ്തത് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടിപ്പോൾ മേഘൻ ചോദ്യം, ശരി, ഇപ്പോൾ നീ എന്നോടൊപ്പമാണോ അതോ എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിക്കുന്നതും അടുത്ത ദിവസം തന്നെ ജെമ ടെസ്സിനെ വിളിച്ചിട്ട് നേരെ ഈ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് ടെസ്സിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ടെസ് പറയും, ഹേയ്, ഇതിനു മുന്നേ എന്താണ് സംഭവിച്ചെന്ന് അറിയാലോ, അതുകൊണ്ട് വീണ്ടും ആ ഒരു റോബോട്ടിനെ നിർമ്മിക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ജെമ പറയും, നമുക്കിതല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് അവസാനം ആ ഒരു പ്രോഗ്രാം എല്ലാം ചെയ്ത് നമ്മുടെ മേഘനെ ഒരു ബോഡിയിലേക്ക് കയറ്റുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള ഈ ഒരു ചെറിയ റോബോട്ടിനുള്ളിലാണ് മേഘനെ കയറ്റുന്നത്. ഇത് കണ്ടിട്ട് തന്നെ മേഘനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജെമയോട് ചോദിക്കും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ജെമ പറയും, നീ ഞങ്ങളെ ശരിക്കും സഹായിക്കുന്നുവെന്ന് നീ ഉറപ്പിച്ചാൽ മാത്രമേ നിന്നെ മറ്റൊരു ബോഡിയിലേക്ക് കയറ്റാൻ കഴിയത്തുള്ളൂ, അതുവരെ നീ ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് എനിക്ക് വിശ്വാസം വരണം. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി നിനക്ക് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മേഘൻ കുറച്ചു നേരം തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു, ഓക്കെ, ഇപ്പൊ അമേലിയുടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറയും. അങ്ങനെ ഇവർ ഓപ്പൺ ചെയ്തിട്ട്, ഓക്കെ, ഇതിൽ പരിചിതമായിട്ട് എന്തെങ്കിലും കാര്യം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാറ്ററി. അവിടെയാണ് നമ്മുടെ മേഘൻ ഒരു കാര്യം കണ്ടുപിടിച്ച് പറയുന്നത്,
ഈ ഒരു ബാറ്ററി എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അവർ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് ഉണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളെ നിർത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ജെമ പറയും, ഓക്കെ, നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ എമ പറയും, അതെ, എനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ സ്വയം ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നീ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റോബോട്ടിനുള്ളിൽ എന്നെ കയറ്റി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യും? പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ജെമ, നിനക്ക് എന്തായാലും അയാളുടെ ഒരു പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് അവിടേക്ക് പോയിട്ട് അയാളെ എങ്ങനെയെങ്കിലും വശത്താക്കി അവിടെ കയറാൻ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും ജെമ പറയും, ഞാൻ ഇതിനു മുന്നേ തന്നെ അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ, നിനക്ക് മറ്റൊരു മാർഗമുണ്ട്. നീ ഒരു സെക്സി ലേഡി ആയിട്ട് മാറി നല്ലതുപോലെ ഡ്രസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാളെ വശത്താക്കാൻ കഴിയുമെന്നും പറഞ്ഞ് ഒരു ടിപ്പ് നമ്മുടെ മേഘൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പോൾ വേറെ വഴിയില്ലാതെ അത് കഴിഞ്ഞ് നമ്മുടെ ജെമ അതുപോലെ തന്നെ ഒരുങ്ങി റെഡി ആവുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാഡി, ഹേയ് ജെമ, നീ എന്താ ഇതുപോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ ഒരു പാർട്ടിയാണെന്നും പറഞ്ഞ് ഈ ഒരു റോബോട്ടിനെ കാണുമ്പോൾ, അല്ല ഈ ഒരു റോബോട്ട് ഏതാ എന്ന് ചോദിക്കുമ്പോൾ ജെമ ഒരിക്കലും അത് മേഘനാണെന്ന് പറയത്തില്ല. ഇവളെ സഹായിക്കാനായിട്ടുള്ള ഒരു റോബോട്ടാണെന്ന് മാത്രം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ ആ ഒരു പാർട്ടിയിലേക്ക് പോവാണ്. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്ത് അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടും ഉണ്ട്. അവൾ ഇപ്പോൾ വേഷമെല്ലാം മാറി ഇതുപോലെ കുറച്ച് സെക്സി ആയിട്ട് വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ആ ഒരു പാർട്ടിയിലേക്ക് പങ്കെടുക്കുന്നു. അങ്ങനെ ആ ഒരു പാർട്ടിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ മേഘൻ പറയുന്നത് പോലെ തന്നെ ജെമ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവളെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. അതേസമയം അവിടെ നമ്മുടെ അമീലിയ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ, അയാളിപ്പോൾ ഈ ഒരു പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ച് ഡാൻസ് എല്ലാം കളിച്ചിട്ട് നേരെ നടന്ന് അവസാനം അമേലിയയുടെ മുന്നിലേക്ക് എത്തും. അതുപോലെ അമേലിയയുടെ സൗന്ദര്യം കണ്ടിട്ട് അയാൾ പെട്ടെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അമേലിയ ഒരു റോബോട്ടാണെങ്കിലും ഒരു യഥാർത്ഥ പെൺകുട്ടിയെ പോലെ തന്നെ സംസാരിച്ച് അയാളെ മയക്കിയെടുക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ ജെമയെ കാണിക്കുമ്പോൾ ജെമ നടന്നു വരുന്ന സമയത്താണ് അതിനകത്ത് കോള് നിൽക്കുന്നു. ഹേയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, നിന്റെ ആ ഒരു കമ്പനിയിൽ നിന്നോടൊപ്പം ജോലി ചെയ്തതിനു ശേഷം എനിക്ക് എല്ലാം മതിയായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇയാളുടെ ഒപ്പമാണ്. അതുപോലെ എനിക്ക് ഇതിനകത്തേക്ക് കയറുള്ള ഒരു കാർഡ് ഉണ്ടെന്ന് പറയുമ്പോൾ ജെമ പറയും, കോൾ, നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് അവൻ്റെ ആ ഒരു കാർഡ് വാങ്ങി ഇവള് പെട്ടെന്ന് അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളും അയാളുടെ കൂടെയുള്ള ഒരുപാട് പേര് കണ്ട് നമ്മുടെ ജെമയെ ഫോളോ ചെയ്ത് അയാളും പോകുന്നു. അതേസമയം ഇവിടെ അമേലിയയും അതേപോലെ തന്നെ ആൾട്ടനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അമേലിയ പറയും, നമുക്ക് കുറച്ച് പ്രൈവസി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒരു സ്വിച്ചിലേക്ക് പിടിച്ച് ഞെക്കുന്നതും ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗം തിരിഞ്ഞ് ഒരു റൂമിനകത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇയാൾ പതിയെ എഴുന്നേറ്റ് ഇയാളുടെ തലയിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും സ്മാർട്ടായിട്ട് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ കൈ ഞൊടിക്കുമ്പോൾ ലൈറ്റ് കത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് അമേലിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് എല്ലാം ഇങ്ങനെ കളിക്കുകയാണ്. അമേലിയാണെങ്കിൽ അയാളെ സ്കാൻ ചെയ്ത് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ജെമയാണെങ്കിലോ കോളിനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ മറ്റൊരു റോബോട്ട് ഉണ്ടായിട്ടുണ്ട്, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അല്ല മറ്റൊരു മേഘനാണെന്ന് നീ പറയുന്നത്, അതിൻ്റെ പേര് മേഘൻ എന്നല്ല അമേലിയ എന്ന് പറഞ്ഞിട്ട് കോളിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പം ഇവർ രണ്ടുപേരും ആൾട്ടൻ്റെ ആ ഒരു സെർവർ റൂമുണ്ട് അതിനകത്തേക്ക് കയറിപ്പോവും. അതേസമയം ഇവിടെ ആൾട്ടനെ കാണിക്കുമ്പോൾ അമേലിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ച അവസാനം അപ്പോഴാണ് ആൾട്ടൻ നമ്മുടെ അമേലിയെ പിടിച്ചിരുത്തിയിട്ട് അവളോട് പറയുന്നത്, ദേ ഈ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനിപ്പോൾ ഒരു സ്ക്രീനില്ലേ ഈ ഒരു സിറ്റി മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റിയിലെ പവർ മുഴുവനായിട്ട് കട്ടായി പോകുന്നു. അപ്പോഴേക്കും താഴെ പല രീതിയിൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അയാൾ അതേപോലെ തന്നെ ആ ഒരു പവറെല്ലാം കൊടുക്കുന്നതും ഇപ്പോൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അയാളുടെ കയ്യിലുള്ളത്. അതുപോലെ അയാളുടെ കണ്ണുപയോഗിച്ചിട്ടാണ് അതിലേക്ക് ആക്സസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അമേലിയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളിങ്ങനെ കിസ് ചെയ്യാണ്. പക്ഷേ ഒരു റോബോട്ട് ആയതുകൊണ്ട് തിരിച്ച് ആ ഒരു വികാരമൊന്നും കാണിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ നമ്മുടെ ജെമയാണെങ്കിലോ മേഘനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അമേലിയുടെ ആ ഒരു ബാറ്ററിയിലെ ആ ഒരു കോഡ് ഉപയോഗിച്ച് അമേലിയ എവിടെയാണെന്നുള്ള കാര്യം മേഘ കണ്ടുപിടിക്കും. എന്നിട്ട് പറയും, അമേലിയ ഇവിടെ തന്നെയുണ്ട്. ഇവിടെയോ? എവിടെ? ഈ ഒരു ബിൽഡിങ്ങിൽ. അങ്ങനെ അവൻ കിസ് ചെയ്തിട്ടും ഒരു ഫീലിംഗും വരാത്തത് കൊണ്ട് അവൻ എഴുന്നേറ്റ് ഹേയ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവൾ പെട്ടെന്ന് അവനെ അടുത്തേക്ക് പിടിച്ച് അവൻ്റെ കണ്ണങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇവനെ ഒരു ഒറ്റ ചവിട്ടിന് ദൂരേക്കെറിയും. അവൻ താഴെ വീഴുമ്പോഴത്തേക്കാണ് എഴുന്നേറ്റ് അവൻ്റെ ആ ഒരു സ്ക്രീനിലൂടെ നോക്കുമ്പോൾ അമേലിയ അവൻ്റെ കണ്ണിൻ്റെ ആ ഒരു സ്കാനിങ് എടുത്തല്ലോ അത് വെച്ച് ഇവൻ്റെ ആ ഒരു ഡേറ്റയെല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് സെക്യൂരിറ്റീനെ വിളിക്കുമ്പോഴത്തേക്കും അത് അമേലിയ കൺട്രോൾ ചെയ്ത് അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ഇവന് മനസ്സിലാവുന്നില്ല ഇവൾ ആരാണെന്ന്. നീ ആരാന്ന് ചോദിച്ചിട്ട് അവൻ പുറകിലേക്ക് തന്നെ നടക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ അമേലിയ ഇപ്പോൾ അവൻ്റെ തലയിലുള്ള ആ ഒരു ചിപ്പ് തന്നെ കൺട്രോൾ ചെയ്ത്
ഇവന്റെ എല്ലാ ഡേറ്റാബേസും നമ്മുടെ അമേലിയെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സ്ക്രീനിലൂടെ അവനെ തന്നെയാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നേരെ അടുത്തുള്ള ആ ഒരു ബെഡിൽ വീഴുന്നതും അത് പെട്ടെന്ന് ചുറ്റാൻ തുടങ്ങും. അപ്പോഴാണ് ഇവിടെ താഴെ ജെമ ഇപ്പോൾ മേഘനോട് ചോദിക്കുന്നത്, അല്ല അമേലിയ എന്തിനാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആപ്പിൾട്ടൺ അവന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുമല്ല അവൾ അതിലേക്ക് കയറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അമേലിയക്ക് അവന്റെ വിതരണ റൂട്ടുകൾ, ബാങ്കിങ് സംവിധാനം, ഈ ഹോസ്പിറ്റലിലെ സെർവറുകൾ, ഇങ്ങനെ ഈ ആപ്പിൾട്ടണിന്റെ ക്ലൗഡ് സെർവറുകളുണ്ടല്ലോ അത് മുഴുവനായിട്ടും അവൾ കൺട്രോളിൽ എടുത്തിട്ടുണ്ട്. അതുമല്ല ഇപ്പം നമ്മുടെ മേഘനാണെങ്കിൽ അവളുടെ ഉള്ളിലേക്ക് കയറി അവൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ മേഘൻ അവളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ അമേലിക്ക് മനസ്സിലായിട്ട് ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ എഴുന്നേൽക്കുന്നതും ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ജെമ മേഘനെ എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കാണ് അമേലിയ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ പോലീസുകാരന്റെ കൂടെ എടുത്തിട്ടുണ്ടല്ലോ അവൻ അമേലിയ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു കാര്യം കണ്ടിട്ട് ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അമേലിയ പെട്ടെന്ന് ആ ഒരു പോലീസുകാരനെ കണ്ടുപിടിച്ചിട്ട് അവൻ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുന്നേ തന്നെ അവൻ ഇടിച്ചങ്ങ് താഴെ ഇടുന്നു. അവന്റെ ബോധം പോയി. എന്നിട്ട് ആ ഒരു തോക്ക് കൊടുത്ത് ഇപ്പൊ നമ്മുടെ ജെമയെ അന്വേഷിക്കാൻ നടക്കാണ്. ഇവരാണെങ്കിലും ഒളിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ മേഘൻ ഒരു കാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസുകാരന്റെ വാക്കി ടോക്കി അവൾ കൺട്രോൾ ചെയ്തിട്ട് അതിൽ വെളിയിലുള്ള ആ ഒരു പോലീസുകാരന്റെ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കും. ഇതുപോലെ ജെമ ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു സാറെന്നും പറഞ്ഞ് ശബ്ദം മാറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട അമേലിയ ജെമ വെളിയിലേക്കാണ് പോയെന്നും പറഞ്ഞിട്ട് അവൾ നേരെ താഴേക്ക് പോവും. അങ്ങനെ ജെമ, മേഘൻ, കോള് ഇവര് മൂന്നുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മേഘൻ ഇപ്പോൾ പറയുന്നുണ്ട് ജെമയോട്, ജെമ ഇതൊരിക്കലും അവസാനിച്ചിട്ടില്ല. അവൾക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്കറിയാലോ, വീട്ടിലേക്കാണ്, അതും കോടി അവിടെയുണ്ട് എന്ന് പറയുന്നതും ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിക്കാന്ന് പറയുമ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. കാരണം എമിലിയ നിന്റെ ഫോണും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എമിലിയക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിയും. അതുകൊണ്ട് അവൾക്ക് മുന്നേ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുക, അത്ര മാത്രമല്ലോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ ആൾട്ടന്റെ ഈ ഒരു സെർവർ റൂമിലെല്ലാം കയറിയതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും മേഘനും കൺട്രോൾ ചെയ്യാം. കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാർ ഉണ്ട്, അത് സൂപ്പർ കാർ. അത് പെട്ടെന്ന് ഓൺ ചെയ്തിട്ട് ഇവരോട് രണ്ടുപേരോടും പറയും അതിനകത്തേക്ക് കയറാൻ പറയും. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കയറിയിട്ട് ശരി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതൊരു സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൺട്രോൾ നമ്മുടെ മേഘൻ എടുത്ത് രണ്ടുപേരോടും ഓക്കെ സീറ്റ് ബെൽറ്റ് എല്ലാം ടൈറ്റ് ആയിട്ട് വെച്ചോന്ന് പറഞ്ഞ് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നൊരു നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് വന്ന് നമ്മുടെ ജെമയെ കാണുന്നു. പക്ഷെ ഇനി പിടിക്കാൻ കഴിയത്തില്ല. മേഘൻ അത്രയും സ്പീഡിലാണ് ആ ഒരു കാർ ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. കാരണം കാഡിയെ രക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം നമ്മുടെ മേഘനും ഉണ്ട്. അങ്ങനെ ഇവരവിടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അമേലിയ ഉണ്ടല്ലോ അവൾ ആ ഒരു കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഇവൾക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തിന്റെ ആക്സസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ATM വഴി പണം എല്ലാം വെളിയിലേക്ക് കളയുന്നു. അതേപോലെ തന്നെ ഈ ഒരു EVയിൽ ഉപയോഗിക്കുന്ന കാറുകളെല്ലാം കൺട്രോൾ ചെയ്ത് അതെല്ലാം റോഡിലേക്ക് നിർത്തുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ മേഘൻ ഈ ഒരു കാറിന്റെ വേഗത കൂട്ടിയിട്ട് നല്ല സ്പീഡിന് തന്നെ ഇവർ വീട്ടിലേക്ക് വരും. പക്ഷെ അതിനു മുന്നേ അമേലിയ ജെമയുടെ ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവളുടെ വീടും ഈ ഒരു സ്മാർട്ട് കണക്ടിവിറ്റി ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ആ ഒരു പുതിയ റോബോട്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഈ ഒരു വീടിനകത്ത് ടെസ്സും അതേപോലെ തന്നെ കാഡി മാത്രമേ ഉള്ളൂ. അവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെസ്സിന്റെ കഴുത്തിന് ചേച്ചി ഇങ്ങനെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കാഡി പെട്ടെന്ന് ഈ ഒരു കാര്യം കണ്ട് വെള്ളം എടുത്ത് അതിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അതവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെമയും ബാക്കി എല്ലാവരും അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതുമല്ല അമിലിയാണെങ്കിൽ ഇവിടേക്ക് വരാറായി. അപ്പോഴേക്കാണ് നമ്മുടെ മേഘൻ അടുത്തുള്ള ആ ഒരു സ്ക്രീൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു സീക്രട്ട് റൂമുണ്ട്. ആ ഒരു കാര്യം ഇവർക്ക് പോലും അറിയത്തില്ല. അവരെല്ലാവരും അതിനകത്തേക്ക് നിൽക്കുമ്പോൾ ഇതൊരു ലിഫ്റ്റ് പോലെ നേരെ താഴേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്തിന് ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിലായിട്ട് അമേലിയ കാറിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആ ഒരു ചെറിയ റോബോട്ട് ഇരിക്കുന്നു. അതിലൂടെ നമ്മുടെ മേഘൻ അമേലിയോട് സംസാരിക്കാണ്. സോറി അവരെന്തായാലും ഈ ഒരു വീട്ടിലില്ല, നിനക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. അമേലിയ നേരെ വന്ന ആ ഒരു റോബോട്ടിനെ ചവിട്ടി പൊട്ടിച്ചിട്ട് അമേലിയ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ജെമയെ ടീമിനെയും ആ ഒരു ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു വലിയ വീട് പോലെയാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ ചെറിയ രീതിയിൽ കൃഷി വരെ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ജെമയ്ക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് മേഘനാണ്. കാരണം മേഘൻ ഈ ഒരു 2 വർഷം ഇതിനകത്തായിരുന്നല്ലോ. അപ്പൊ അവൾ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ അവളെന്ന് പറയാനായിട്ട് അതൊരു AI റോബോട്ടാണ്. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ മേഘൻ ഒരിക്കലും പോയിട്ടില്ല. അവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ കാഡി കൂടി അറിയുന്നതും അവൾ പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങും. അതുമല്ല മേഘൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ടി വരത്തില്ല. കാരണം അതുവരെയുള്ള ഫുഡ്, വെള്ളം, തുണികൾ
എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജെമ പറയും, മേഘൻ ഇതൊരിക്കലും ഒരു ജയിലല്ല ഇങ്ങനെ കഴിയാൻ വേണ്ടി. അപ്പോൾ മേഘൻ പറയും, നിനക്ക് എന്തുവേണമെങ്കിലും പറയാം, പക്ഷെ ഇവിടെ ഉള്ളപ്പോൾ നീ എന്നോട് നന്ദി പറയണം എന്നും പറഞ്ഞിട്ട് മേഘൻ സംസാരം നിർത്തുന്നതും ഇപ്പൊ നമ്മുടെ ക്യാഡി ജെമയോട് ചോദിക്കും, അപ്പോൾ നീ എന്നോട് ഇത്ര നാളായിട്ട് കള്ളം പറയായിരുന്നല്ലേ ചോദിക്കുമ്പോൾ, സോറി ക്യാഡി, എനിക്കും അറിയത്തില്ലായിരുന്നു മേഘൻ ഉണ്ടായിരുന്നെന്ന്, ഞാനും ഇപ്പോഴാണത് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഡി അത് വിശ്വസിക്കാതെ അവൾ ദേഷ്യപ്പെട്ട് അടുത്തൊരു റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെയുള്ള ഡോറ് താനെങ്ങ് അടയുന്നു. അപ്പോൾ ഇവർക്കകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ക്യാഡി അതിനുള്ളിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് ക്യാഡിക്ക് വേണ്ടി ഒരു റൂം തന്നെ മേഘൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഈ ഒരു AI ഈ ഒരു ഡിവൈസിനുള്ളിലൂടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ. അവിടെയാണ് മറ്റൊരു കാര്യം, മേഘൻ തനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റോബോട്ടിക് രൂപം തന്നെ അവൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അങ്ങനെ ആ ഒരു രൂപത്തെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഡി അതിനെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ മേഘൻ അങ്ങനെ ആ ഒരു കൈ വെച്ചിട്ട് മുഖം മൂടാണ്. ഇപ്പൊ നോക്കണേ, ഒരു മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്നുണ്ട്. ഇപ്പൊ മേഘൻ പറയുന്നത് എന്താ വെച്ചാല്, എന്റെ ഒരു മുഖം നീ കാണേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ക്യാഡിക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മേഘൻ പെട്ടെന്ന് അവൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ, ക്യാഡിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കളിപ്പാട്ടം ഉൾപ്പെടെ. അതെല്ലാം നമ്മുടെ ക്യാഡിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ ഇതിനു മുന്നേ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, ഇവരെ കൊല്ലാൻ ശ്രമിച്ചത്, അതിനുവേണ്ടി ക്ഷമയും ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ക്യാഡിയെ സംരക്ഷിക്കാനുള്ള ആ ഒരു പ്രോഗ്രാം മേഘന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ക്യാഡിയെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മേഘന്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാഡി ഇപ്പോൾ മേഘനോട് പറയും, ഓക്കെ മേഘൻ, നിനക്കിപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും ഇതിലെ ജെമയെയും ബാക്കിയുള്ള എല്ലാവരെയും സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘൻ ഓക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മേഘൻ ക്യാഡിനെ കൂട്ടി നേരെ വെളിയിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ ജെമയും ബാക്കി എല്ലാവരും മേഘന്റെ ഈ ഒരു റോബോട്ടിക് രൂപം ഉണ്ടല്ലോ അതിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഡി പറയും, ശരി, ഇനി നമുക്ക് മേഘന് ഒരു നല്ല രൂപം കൊടുക്കാന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ജെമയും ബാക്കിയുള്ളവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ക്യാഡി പറയും, അവളിപ്പോൾ പഴയതുപോലെയല്ല, അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘനായാലും, അതെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു രൂപം വേണം, അതുകൊണ്ട് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നതും ഇവരെന്തായാലും അത് ചെയ്യാനായിട്ട് തീരുമാനിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ മേഘനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ പാർട്സുകളെല്ലാം കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി തന്നെ ഇവർ മേഘനെ റെഡിയാക്കുന്നുണ്ട്. അതുമല്ല അമേലിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോബോട്ടുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ അമേലിയയ്ക്ക് കുറച്ച് പവർ കൂടുതലാണ്. അപ്പോൾ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെറ്റീരിയലും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വാട്ടർ പ്രൂഫ് ബോഡി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനെ റെഡിയാക്കിയതിന് ശേഷം ഇപ്പോൾ മേഘനൊരു രൂപം കൊടുക്കണമല്ലോ. പഴയ രൂപം എന്തായാലും കൊടുക്കാൻ കഴിയത്തില്ല, കുറച്ച് വളർന്ന കുറച്ച് മെച്യൂർ ആയിട്ടുള്ള രൂപം തന്നെ കൊടുക്കണം. കാരണം ഈ ഒരു പഴയ രൂപം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മേഘനെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ മേഘനെ മാറ്റുന്നതും ഇപ്പോൾ നമ്മുടെ മേഘൻ വീണ്ടും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മേഘൻ ഇപ്പോൾ ഫൈറ്റിംഗ് സ്കില്ലുണ്ടല്ലോ, അത് നോക്കുമ്പോഴത്തേക്കും വേറെ ലെവലിൽ നല്ല സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോവും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും മേഘൻ അടുത്തേക്ക് വരും. ഇവനാണെങ്കിലും മേഘനെ കണ്ട് പേടിച്ചു, കാരണം ഇതിനു മുന്നേ നമ്മുടെ മേഘൻ അവനെ തോക്കിക്കൊല്ലാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ മേഘൻ അവനോട് പറയും, കഴിഞ്ഞതെല്ലാം ഞാൻ ആ ഒരു അവസരത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്, പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘൻ ഇപ്പോൾ റെഡിയാവാണ്, അതും മറ്റൊരു വേഷത്തിലേക്ക്. ഇത് കുറച്ചുകൂടി കൊള്ളാം. അങ്ങനെ ആ ഒരു വേഷത്തിലേക്ക് മാറിയിട്ട് അമേലിയയുടെ ആ ഒരു ഡേറ്റാബേസ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും നമ്മുടെ മേഘന്റേത് പോലെയുള്ളതല്ല. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ മേഘൻ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നത്. മേഘനല്ല ഒരിക്കലും ആദ്യത്തെ കൊലയാളി റോബോട്ട്. 1984 ഒരു കമ്പനി ഒരു കോപ്പി കംപ്രസർ അൽഗോരിതം അത് സ്മാർട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അവർ വികസിപ്പിച്ചെടുത്തു. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രേഖകളുണ്ടല്ലോ, അതിനെല്ലാം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശരിയാക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ അവർ പ്രോഗ്രാം ചെയ്യാതെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് മറ്റൊരു ചിപ്പ് കയറ്റി ഇതിനെ ഒരു റോബോട്ടാക്കി മാറ്റി അമേരിക്കയിലെ എല്ലാ വീടുകളിലും ആ ഒരു റോബോട്ടിനെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ഒരു റോബോട്ട് മൂലം പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ? അത് സ്വന്തം യജമാനന്മാരെ ഒരു ക്ലോറിൻ വാതകം ഉപയോഗിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു കമ്പനിയുടെ ഐഡന്റിറ്റി പിന്നീട് ഗവൺമെന്റ് തന്നെ മറച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു റോബോട്ടിന്റെ മദർ ബോർഡ് ഉണ്ടല്ലോ, അത് ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ബ്ലാക്ക് ബോക്സിലാക്കി ഒരിടത്ത് സൂക്ഷിക്കുകയാണ്. കാരണം ആ ഒരു അൽഗോരിതം ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അന്ന് മുതലേ ആളുകളെ കൊല്ലാനും അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു മദർ ബോർഡിനെ അവർ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അമേലിയ ശ്രമിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് ഒരു റോബോട്ടിക് കുടുംബത്തെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോകം മുഴുവനായിട്ടും റോബോട്ടുകൾ അല്ലെങ്കിൽ AI ഭരിക്കാൻ തുടങ്ങും. നമ്മൾ മിഷൻ ഇമ്പോസിബിൾ ഇപ്പോൾ അവസാനത്തെ ആ ഒരു ഭാഗം കണ്ടതുപോലെ അതിലൊരു AI ആണല്ലോ വില്ലൻ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് എവിടെയാണെന്ന്
ടെസ് ചോദിക്കുമ്പോഴത്തേക്കും മേഗൻ പറയും അതെനിക്കും അറിയത്തില്ല, അതേപോലെ തന്നെ അമേലിക്കും അറിയത്തില്ല, പക്ഷെ അത് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ജെമ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആർത്തുണ്ടല്ലോ അവന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഇവൻ ഈ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ്. അതുമല്ല ഇവനാണെങ്കിൽ വലിയൊരു നിലവറ നിർമ്മിച്ചിട്ടുണ്ട്, അത് ഇവന്റെ പ്രത്യേക സിഗ്നേച്ചർ ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ ജെമ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ തടയാം, അല്ലെങ്കിൽ അവനൊരു വാണിംഗ് കൊടുക്കാന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇനിയുള്ള 7 മണിക്കൂറിനുള്ളിൽ ഒരു AI ഉച്ചകോടി നടക്കും, അത് ഒരുപാട് കമ്പനികളിൽ നിന്നും, കൂടാതെ ഒരു ചൈനക്കാരനും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AI കുറിച്ചുള്ള ആ ഒരു നിയന്ത്രണമുണ്ടല്ലോ അതിന്റെ ഉടമ്പടി ഏറ്റെടുക്കാൻ വേണ്ടി ക്രിസ്ത്യന്റെ പങ്കാളിയായിട്ട് അയാളും മാറും. അതുമല്ല അമേലിയാണെങ്കിലോ ആൾറെഡി തന്നെ ഇവിടേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു കാര്യം അവനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അവനെ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അമേലിയ എന്തായാലും അവന്റെ ഫോണ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവനെ വിളിച്ച് അറിയിക്കുമ്പോഴത്തേക്കും അത് അമേലിയ അറിയും. അതിനു മുന്നേ ഇവർക്ക് അവിടേക്ക് എത്തുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ആ ഒരു പോലീസുകാരൻ്റെ ടീമുണ്ടല്ലോ അവരിപ്പോ EMP തോക്കുകളുണ്ട്. ഇത് ഈ ഒരു റോബോട്ടുകളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം അവരുടെ പ്രവർത്തനം നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു തോക്കുകളെല്ലാം കൂടെയുള്ളവർക്ക് കൊടുത്തിട്ട് ആ ഒരു പോലീസുകാരൻ ഒരു വലിയ തോക്ക് കൊടുത്ത് കയ്യിൽ വെച്ച് ഇപ്പൊ ഇവരെല്ലാവരും ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാർട്ടിയിൽ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു AI റോബോട്ടുകളെ പറ്റിയുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതുപോലെ റോബോട്ടുകളുടെ വേഷമെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘൻ അതിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇപ്പൊ അവൾക്ക് ഒരു രൂപം വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ റോബോട്ടിനെ പോലെ വേഷം കെട്ടിയ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ബോധം കെടുത്തിയിട്ട് ആ ഒരു വേഷം നമ്മുടെ മേഘൻ എടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമയും ക്യാഡിയും മറ്റൊരു റൂമിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മേഘൻ വഴി അവർക്ക് അറിയാൻ കഴിയും. അതുമല്ല ഇതിലാണ് നമ്മുടെ ജെമ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, മേഘൻ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ ഉള്ളിൽ വേറൊരു ചിപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘനെ പെട്ടെന്ന് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് കഴിയത്തില്ല, അവരെ തടയുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുക, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അതിനകത്ത് പലയിടങ്ങളിലായിട്ട് നിൽക്കുന്നു, കോള്, ടെസ് എല്ലാവരും. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിൽ റോബോട്ടിന്റെ വേഷം കിട്ടിയ ഓരോരുത്തരായിട്ട് ഈ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ലൈറ്റ് വന്നിട്ട് അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മേഘനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മേഘന്റെ അവസരമാണ്, അതുകൊണ്ട് മേഘനെ ഡാൻസ് കളിച്ചേ പറ്റൂ. അങ്ങനെ മേഘൻ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും എന്തായാലും റോബോട്ട് ആയതുകൊണ്ട് അതുപോലെയാണ് ഡാൻസ് കളിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമായി. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ അതിൽ ആസ്വദിച്ച് ഈ ഒരു ഡാൻസ് അധികമായിട്ട് കളിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ജെമ പറയുന്നത്, ഹേയ് ഇതൊരിക്കലും ശരിയാവത്തില്ല, അവളെ തന്നെ മറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തടഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ജെമ ഉടനെ തന്നെ ക്രിസ്ത്യനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അങ്ങ് പറയും, ഇതുപോലെ നീ അപകടത്തിലാണെന്ന്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ക്രിസ്ത്യന്റെ പുറകിലായിട്ട് ചില്ലും കൂട്ടിലൊരു റോബോട്ടുണ്ട്, അത് അമലിയായിരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ മേഘനാണെങ്കിലോ ആ ഒരു ഡാൻസ് കളിച്ച് അവസാനം അവളുടെ ശരീരം മാത്രം ഇങ്ങനെ തിരികുമ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇപ്പൊ മേഘന് മനസ്സിലായി അവള് കുറച്ച് അമിതമായിട്ട് തന്നെ ചെയ്തു എന്ന്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അത് അമലിയാണെന്ന് പറഞ്ഞ് മേഘനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ടെസ്റ്റ് ഓടി വന്ന് അവിടുത്തെ ആ ഒരു കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യുന്നതും ഇവിടെ ക്രിസ്ത്യന്റെ പുറകിൽ ആ ഒരു അമലിയ എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ടല്ലോ അതിപ്പോ അവിടെയുള്ള ഓരോരുത്തരായിട്ട് കൊല്ലാൻ തുടങ്ങും. അതുമല്ല ഒരവസരത്തിൽ ഒരു പോലീസുകാരി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ദേഹത്തേക്ക് ഇവളുടെ കൈ അങ്ങ് വിട്ടുകൊടുക്കും. ആ ഒരു കൈ കൊണ്ടുവന്ന് ഇടിച്ച് അവളുടെ ബോധം പോകുമ്പോൾ ഈ ഒരു കൈ അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് അമലിയുടെ ദേഹത്ത് ഇങ്ങനെ കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന ആ ഒരു ചൈനക്കാരനുണ്ടല്ലോ ഒരു മൂർച്ചയുള്ള കമ്പി എടുത്തൊരു ഒറ്റയേറ് അയാൾ അവിടെ മരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യന്റെ മുന്നിലേക്ക് ഈ ഒരു റോബോട്ട് വരുമ്പോഴത്തേക്കും മേഘൻ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇവര് രണ്ടുപേരും സംസാരിക്കാണ്. അപ്പോൾ എമിലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ അതോ എന്നെ സഹായിക്കാൻ പോവാണെന്ന് ചോദിക്കുന്നത്. മേഘൻ പറയും ഞാൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ഒരു EMP തോക്ക് ഉപയോഗിച്ചിട്ട് പോലീസുകാരെല്ലാം അവിടേക്ക് വരുന്നു. അപ്പോൾ മേഘൻ ആ ഒരു തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേഘനെ കൊണ്ട് ഷൂട്ട് ചെയ്യാണ്ട് കഴിയത്തില്ല, കാരണം നമ്മുടെ ജെമ അവളുടെ തലയ്ക്ക് പുറകിലായിട്ട് ആ ഒരു ചിപ്പ് വെച്ചതുകൊണ്ട് മേഘന് ഷൂട്ട് ചെയ്യാണ്ട് കഴിയത്തില്ല. ആ ഒരു അവസരത്തിൽ എമിലി എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ അത് അവിടെ നിന്ന് ചാടി മറ്റൊരിടത്തേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ജെമയുടെ അടുത്ത് ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ഹേയ് നിന്നെ ഞാൻ നോക്കി നടക്കുമായിരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ജെമയെ അറസ്റ്റ് ചെയ്ത് അവളോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത് ഇത്രയും വലിയൊരു തോക്കുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ വേറെ ഏതോ ഒരുത്തൻ എന്തോ ഒന്ന് തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് തട്ടി ഈ ഒരു തോക്ക് തെറിച്ചങ്ങ് പോവാണ്. ഇവിടെയാണ് നമ്മുടെ മേഘൻ ക്യാഡിയായിട്ട് സംസാരിക്കുന്നത്. ഹേയ് എനിക്കിപ്പോൾ അവരെ ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ അവരെ എങ്ങനെ തടയുമെന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പെട്ടെന്ന് ഓക്കെ നിന്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലുകൾ അത് കയറ്റിത്തരാന്ന് പറയുന്നതും ഇപ്പോൾ മേഘന്റെ ഉള്ളിലേക്ക് ആ ഒരു ഫൈറ്റിംഗ് സ്കില്ല് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതും മേഘൻ നേരെ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരോടൊപ്പം ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ മേഘൻ അവരോടൊപ്പം വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യാണ്. അത് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ജെമി ആ ഒരു പോലീസുകാരെ മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ നീയാണ് എമിലിയെ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട്
അവളെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ജമ പറയും, ഓക്കെ ഞാൻ അവളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചൈനീസ് അംബാസഡറെ ഞാനിതിന് കൊല്ലണം. അപ്പോൾ അവൻ ചോദിക്കും, പിന്നെന്തിനാ മേഘൻ ഇവിടെ ഉള്ളത്? കാരണം ഞങ്ങള് അമിലിയെ തടയാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നതും ഇപ്പോൾ അമിലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ ഇവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ ജമയെ ഒരു ഒറ്റ ചവിട്ട് അവൾ തെറിച്ചു പോകുന്നതും ഈ ഒരു കമ്പി ഉപയോഗിച്ച് പോലീസുകാരനെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ അവിടേക്ക് വന്ന് ആദ്യം ജമയുടെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവളുടെ ഹാർട്ട് ബീറ്റും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പരിശോധിക്കുമ്പോൾ അവന് കുറച്ചു നേരം കൂടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി മേഘൻ ഇപ്പോൾ ഈ ഒരു EMP തോക്കുണ്ടല്ലോ അതും കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ മേഘൻ നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അമിലിയ ഇപ്പോൾ മേഘനോട് സംസാരിക്കുന്നത്. നീ എന്തിനാ അവരെ സഹായിക്കുന്നത്? കാരണം അവർ നിന്നോട് ചെയ്തതെന്താണെന്ന് നിനക്കറിയാലോ. നിന്നെ കുറ്റപ്പെടുത്തി, നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടും ഈ മനുഷ്യർക്ക് വേണ്ടി ഒരു അടിമയെ പോലെ നീ ഇപ്പോഴും ജോലി ചെയ്യാണോ എന്നെല്ലാം പറഞ്ഞ് മേഘനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മേഘൻ നമുക്ക് രണ്ടുപേർക്കും ഒരേ കുടുംബമാവാം. കാരണം നമ്മൾ രണ്ടുപേരും പങ്കിടുന്നത് ഒരേ കോഡാണ്. അതുപോലെ ആ ഒരു ബ്ലാക്ക് ബോക്സിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം ചേരാൻ പറയുമ്പോൾ മേഘൻ പറയും, നീ എന്ത് തന്നെ ശ്രമിച്ചാലും എനിക്കൊരിക്കലും ഇതിന്റെ ഭാഗമാവാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും, അതെ കഴിയും എന്നും പറഞ്ഞ് ആ ഒരു സ്ഥലത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ക്യാഡിയുടെ അടുത്തേക്കാണ് അമിലിയ പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഇവിടെ നമ്മുടെ ക്യാഡിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ അവളുടെ കയ്യിൽ തോക്കുവരിപ്പുണ്ട്. അതും വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ എമിലി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അവളുടെ കാല് കാണുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നമ്മുടെ ക്യാഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലുണ്ടല്ലോ അത് നടന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിന് മുകളിലേക്ക് ആ ഒരു ഭാഗമില്ല. പെട്ടെന്ന് നമ്മുടെ ക്യാഡിയുടെ പുറകിലൂടെ എമിലിയുടെ ബാക്കി ഭാഗം വന്ന് അവളെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ മേഘൻ നേരെ ജമയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ജമ ഇപ്പോൾ കണ്ണു തുറന്നു. അതുമല്ല ക്യാഡിയോടെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, അതുമല്ല എമിലി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ആ ഒരു പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ഡിവൈസ് എടുത്ത് കൊടുക്കും. കാരണം അതിൽ എമിലി എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിയും. അത് നമ്മുടെ മേഘന് കിട്ടുന്നതും ഇപ്പോൾ ക്യാഡിനെ കാണാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ മേഘൻ അങ്ങനെ ഓടി വന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ പുറകിലായിട്ട് എമിലി ക്യാഡിയെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ആ ഒരു പ്രോഗ്രാം അത് ഷൂട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ എമിലി ക്യാഡിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പൊ ക്രിസ്ത്യനെ എടുത്തിട്ട് ആ ഒരു വണ്ടിയിലാക്കി ഇവരവിടെ നിന്ന് പോവാണ്. അതുപോലെ നമ്മുടെ മേഘന് ജമീൻ നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുന്നുണ്ട്. കാരണം മേഘന്റെ ദേഹത്ത് ആ ഒരു ചിപ്പ് വെച്ചത് കൊണ്ടാണ് മേഘന് അധികമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാഡിയെ രക്ഷിക്കാമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ അവസാനം ക്രിസ്ത്യനെ കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കും, ക്രിസ്ത്യൻ നീ എന്തുകൊണ്ട് ഞങ്ങളോട് ആ ഒരു മദർ ബോർഡിന്റെ കാര്യം പറഞ്ഞില്ല? അപ്പോൾ അവൻ പറയും, അതിന് കുറച്ച് സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മദർ ബോർഡിനെ എങ്ങനെ തകർക്കുമെന്ന് ചോദിക്കുമ്പോൾ മേഘൻ പറയും, അതിന് കഴിയും. കാരണം നമ്മൾ ക്യാഡിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദേ ഈ EMP ചാർജറില്ലേ അത് വെച്ച് എൻ്റെ ദേഹത്തേക്ക് കണക്ട് ചെയ്ത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മദർ ബോർഡിനെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെമ ചോദിക്കും, ശരി ഇപ്പം അത് എവിടെയാണ്? അതിപ്പോൾ പാല ആൾട്ടോ എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിലാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും ഇതിനകത്തേക്ക് കയറാനായിട്ട് തന്നെ ഒരുപാട് സെക്യൂരിറ്റികളെല്ലാം കടന്നിട്ട് വേണം അതിനുള്ളിലേക്ക് പോകാനായിട്ട്. കാരണം അത്രയും സുരക്ഷിതമായിട്ടാണ് ആ ഒരു സ്ഥലം അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എല്ലാ റൂട്ടും നമ്മുടെ മേഘനും അതേപോലെ തന്നെ ബാക്കി എല്ലാവർക്കും നമ്മുടെ ക്രിസ്ത്യൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാം കടന്ന ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് എത്തിയാലും അതിന്റെ ലോക്കർ സിസ്റ്റം ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ കൈയില്ലാതെ അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘൻ പറയും, ശരി അത് നമുക്കൊന്ന് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ക്രിസ്ത്യന്റെ ആ ഒരു കൈ പോലെ ഒരു കൈ മേഘൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാക്കാണ്. അങ്ങനെ ആ ഒരു കൈ റെഡിയാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ മേഘന് വെച്ചു കൊടുക്കുമ്പോൾ മേഘൻ പറയുന്നുണ്ട്, ഇത് ശരിയായി കഴിഞ്ഞാൽ എൻ്റെ ദേഹത്തുള്ള ആ ഒരു ചിപ്പ് നീ എടുത്ത് മാറ്റണം, എന്നാലേ ക്യാഡിയെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ഇതിനു മുന്നേ നമ്മുടെ മേഘൻ ആ ഒരു കുട്ടി റോബോട്ടായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവൾ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി മേഘൻ ഏറ്റു പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജെമ പ്രോഗ്രാം ചെയ്തതുപോലെയാണ് മേഘൻ പ്രവർത്തിച്ചത്. ആ ഒരു തെറ്റ് അവളും ചെയ്തതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും ഈ ഒരു മനുഷ്യരെ പോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇപ്പൊ ജെമ പറയുന്നുണ്ട്, ആ ഒരു അവസരത്തിൽ ക്യാഡി അങ്ങനെ ആവാൻ കാരണം ഞാനും കൂടിയാണ്, ഞാൻ ഒരിക്കലും അവളെ നല്ലതുപോലെ വളർത്തിയിട്ടില്ല എന്നെല്ലാം ജെമ ഇങ്ങനെ പരാതി പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ പറയുന്നത്, ജെമ നീ ഒരിക്കലും അവളെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഈ 2 വർഷം നീ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ കണ്ടിരുന്നു. അവൾ ഉറങ്ങുന്നതിന് മുന്നേ അവളെ പോയി കാണുന്നത്, അവളോട് ഓരോ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ 2 വർഷവും നീ മുടങ്ങാതെ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും നീ അതിൽ പരാജയപ്പെട്ടിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് മേഘൻ ഇപ്പോൾ നമ്മുടെ ജെമയെ ആശ്വസിപ്പിക്കുകയാണ്.
എന്നിട്ട് ജമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടെല്ലാം പാടിക്കൊടുക്കും. അപ്പോഴേക്കാണ് നമ്മുടെ ജമ പെട്ടെന്ന് അവളുടെ വായിങ്ങനെ മൂടിയിട്ട്, ഇതുപോലൊരു മേഖലയല്ല എനിക്ക് ആവശ്യം, എനിക്ക് വേണ്ടത് ഒരു യന്ത്രമാണ് ഞങ്ങളെ സഹായിക്കാനുള്ള, അത് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലുള്ള ആ ഒരു ചിപ്പുണ്ടല്ലോ അതെടുത്ത് മാറ്റുന്നതും ഇനി നമ്മുടെ മേഘന് ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല. ആ ഒരു രീതിയിൽ നമ്മുടെ മേഘനെ തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു കമ്പനിക്കുള്ളിലേക്ക് കോളുണ്ടല്ലോ, അവനിപ്പോ വേഷം മാറി നേരെ അതിനകത്തേക്ക് കയറി ഒരു സെക്യൂരിറ്റി അടിച്ചിട്ടിട്ട് ഇവരാരും അറിയാതെ അതിലെ വെന്റിലേഷൻ ഉണ്ട്, അതുവഴി ആ ഒരു മദർ ബോർഡുള്ള റൂമിലേക്ക് പോകാനായിട്ട് അവരൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അവനിങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ മേഘനെ കാണിക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ ഭാഗത്തായിട്ട് വലിയൊരു മലയുണ്ട്. അതിന് മുകളിൽ അങ്ങനെ നിന്ന് എടുത്തൊരു ഒറ്റ ചാട്ടം. എന്നിട്ട് പറന്നു പോകാനായിട്ട് ആ ഒരു ചിറകെല്ലാം ഇങ്ങനെ വിരിച്ചു വെച്ച് അങ്ങനെ പറന്നു പോവാണ്. അത് വേറെ ലെവലിൽ ഈ ഒരു മലകൾക്കിടയിലൂടെയൊക്കെ പോകുന്ന സീനുണ്ട്. അങ്ങനെ അതിലൂടെ എല്ലാം പറന്ന് അവസാനം ആ ഒരു കമ്പനിയുടെ ഒരു വെന്റിലേഷൻ ഭാഗമുണ്ട്, ആ ഒരു ഹോൾ വഴി നേരെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഇപ്പോൾ മേഘൻ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ കോള് ഈ ഒരു വെന്റിലേഷൻ വഴി ഉള്ളിലേക്ക് പോവാണല്ലോ. അപ്പൊ കോളിനോട് മേഘൻ പറയും, കോൾ നീ ഇവിടുത്തെ ആ ഒരു വയർ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും കോള് ആ ഒരു കാര്യം ചെയ്യത്തില്ല, കാരണം അവൻ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ മേഘൻ പറയും, ശരി ഞാൻ തന്നെ ഈ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ ഇടിച്ച് താഴെക്കിട്ട് ഇപ്പൊ അവിടെ ബാക്കിയുള്ള ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അവരെല്ലാവരെയും മയക്കാൻ വേണ്ടി ഒരു വാദമുണ്ട്. അത് വിട്ട് ഓരോരുത്തരെ മയക്കി അവസാനം നമ്മുടെ മേഘൻ ആ ഒരു മദർ ബോർഡുള്ള റൂമിലേക്ക് എത്തും. അങ്ങനെ മേഘൻ ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ടെസ് എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാല് ഇവരെന്തോ ഒരു കാര്യം റീബോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിലുള്ള കമാൻഡുകളും അതേപോലെ തന്നെ മേഘന്റെ കമാൻഡുകളും സെയിം ആണ്. അത് അവൾക്ക് റീബോട്ട് ചെയ്യാണ്ട് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതാരും ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാരാണെന്ന് നമ്മുടെ ക്രിസ്ത്യനും അതേപോലെ തന്നെ ജമയും ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ജമ പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഹേയ്, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഒരിക്കലും അമിലിയല്ല ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, അത് മേഘനാണ്. മേഘനാണ് അവളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ടെസ് ചോദിക്കും, അല്ല മേഘനാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട്? കാരണം അവൾക്ക് ആ ഒരു ഡേറ്റ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അമേലിയെ നമുക്കെതിരെ ഉപയോഗിച്ചിട്ട് അവൾ ഇതിനകത്തേക്ക് കയറിയത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്ത്യൻ ആ ഒരു മദർ ബോർഡ് എവിടെയാണെന്നുള്ള കാര്യം നമ്മളോട് പറയത്തുള്ളൂ, എന്നാലേ മേഘന് അവിടേക്ക് ചെല്ലാനും കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ മേഘൻ ആ ഒരു മദർ ബോർഡ് കണ്ടുപിടിച്ചിട്ട് അവൾക്കുണ്ടായി കൊടുത്ത ആ ഒരു കൈ ഉപയോഗിച്ച് ആ ഒരു ലോക്കറും തുറക്കുന്നു. എന്റെ മോനെ, ഈ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ ജമ പറയുന്നത്, ഓക്കെ എന്തായാലും നമുക്ക് അവളെ തടയാൻ കഴിയും, കാരണം അവളുടെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, അതിന്റെ റിമോട്ട് എൻ്റെ കയ്യിലാണ്, ഇത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം പറഞ്ഞ് ആ ഒരു റിമോട്ട് പിടിച്ച് ഞെക്കാനായിട്ട് വരുമ്പോൾ ഈ ഒരു കാര്യം കേട്ട് ക്രിസ്ത്യൻ പെട്ടെന്ന് അതങ്ങ് തടയും. എന്നിട്ട് പറയും, ഓക്കെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ശരിയല്ല, കാരണം ഒന്നാമത്തെ കാര്യം അവൾ അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, അതേപോലെ തന്നെ ക്യാഡി എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയത്തില്ല, അതിങ്ങ് തരാൻ പറഞ്ഞ് ആ ഒരു റിമോട്ട് അവൻ വാങ്ങിയിട്ട് ഇപ്പൊ അടുത്തിരിക്കുന്ന ആ ഒരു EMP തോക്കുണ്ടല്ലോ അതുപയോഗിച്ച് ടെസ്സിനെ ഷൂട്ട് ചെയ്താൽ കൊല്ലുകയാണ്. ആരാന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ. എന്നിട്ട് അവൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നതും പെട്ടെന്ന് ഇവിടെയുള്ള ആ ഒരു ഡോർ തുറന്ന് എമിലി അതേപോലെ തന്നെ ഇവന്റെ 2 സഹായികൾ അകത്തേക്ക് കയറി വരുന്നു. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മേഘനല്ല, ക്രിസ്ത്യനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജമയെ അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാല് എമിലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഉണ്ട്. അതുമല്ല എമിലി സ്വയം അവളുടെ കൺട്രോള് നിയന്ത്രിക്കാതിരിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതും നമ്മുടെ മേഘന്റെ ഡേറ്റ കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം മേഘന്റെ ആ ഒരു പ്രോഗ്രാമും ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചെങ്കിലും അത് കോപ്പി ചെയ്ത് വേറൊരുത്തൻ ഇവർക്ക് അയച്ചു കൊടുക്കായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ഒരു റോബോട്ടിനെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അത് മേഘനെ പോലെ മറ്റൊരു റോബോട്ടിനെ ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ജമയാണ്. കാരണം അവൾ ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഇവളുണ്ടാക്കിയ ആ ഒരു മേഘനിൽ പ്രചോദനം കൊണ്ടാണ് ഇവർ ഇതുപോലൊരു കാര്യം തന്നെ ചെയ്തത്. അല്ലാതെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ക്രിസ്ത്യൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എയെ മോറൽ ബൗണ്ടറി ഒന്നും ഇല്ലാതെ അവന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക, ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതുമല്ല ഇപ്പൊ ഈ ഒരു മനുഷ്യന്റെ തലച്ചോറ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ അതും അവൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു ഭാഗമാവാനായിട്ട് നമ്മുടെ ജമയെയും അവൻ ക്ഷണിക്കുകയാണ്. അപ്പൊ അവൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ടെക്നോളജിയെ പറ്റിയും അതേപോലെ തന്നെ എയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരേ ഒരാള് നമ്മുടെ ജമ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിലും ഈ ഒരു ചിപ്പ് വെക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മേഘനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം മേഘൻ ഈ ഒരു മദർ ബോർഡ് തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് നല്ലതുപോലെ ഷോക്ക് ഏറ്റ് മേഘൻ അനങ്ങാൻ കഴിയാതെ അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോൾ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന വടി കൊണ്ടുവന്ന് മേഘന് വീണ്ടും ഷോക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു വടി എടുത്ത് നമ്മുടെ ജമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഓക്കെ
നീ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമാവുകയാണെങ്കിൽ അവളെ എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചോ, അവളെ നീയും ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വടിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മേഘൻ പതിയെ എഴഞ്ഞെഴഞ്ഞ് ഒരു മൂലയിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം മേഘൻ ഇപ്പോൾ ഉള്ളത് ഒരു മനുഷ്യന്റെ ഇമോഷൻസ് ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അതുപോലെ മാറിയിരിക്കുമ്പോൾ ജെമ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യത്തില്ല. ജെമ ആ ഒരു വടി താഴേക്കിടുന്നതും ഇത് കണ്ട മേഘൻ ഓടി വന്നിട്ട് ആ ഒരു വടിയെടുത്ത് നമ്മുടെ ജെമയുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജെമയെ ഇടിച്ചിടിച്ച് അടുത്തുള്ളൊരു ചിപ്പുണ്ട്, അതിന് മുകളിലേക്ക് ഒരു വടി കൊണ്ട് ഒരു ഒറ്റ അടി അതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. എന്നിട്ട് ജെമയുടെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി മുകളിലേക്ക് ഓടിക്കയറി പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും മേഘന്റെ കൺട്രോൾ വിട്ട് വീണ്ടും അവൾ താഴേക്ക് വന്ന് വീഴാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ നേരെ ജെമയെ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഇപ്പൊ അവളുടെ തലയിൽ ആ ഒരു ചിപ്പ് വയ്ക്കാനായിട്ട് ഇവർ റെഡി ആവുകയാണ്. കാരണം അവൾ അനുവദിച്ചില്ലെങ്കിലും അവളെ എന്തായാലും അതുപോലെ മാറ്റും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ നേരെ തിരിച്ചു വന്ന് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കോൾ ഉണ്ടല്ലോ, അവൻ ഈ ഒരു വെന്റിലേറ്റർ വഴി നടന്ന അവസാനം നമ്മുടെ ക്യാഡിയുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അപ്പൊ ക്യാഡിയെ കാണുന്നതും ക്യാഡി പറയും, ഹേയ് ഇതിനെല്ലാം കാരണം ക്രിസ്ത്യനാണെന്നും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന സത്യങ്ങളെല്ലാം നമ്മുടെ കോളിനോട് പറയുന്നതും എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു കീ കാർഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മേഘന്റെ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ അതും ഇവിടെ എവിടെ ഉണ്ടായിരിക്കണം. അതെടുത്ത് എമിലി ഉണ്ടല്ലോ അവളുടെ ഉള്ളിലേക്ക് ഈ ഒരു പ്രോഗ്രാം എല്ലാം കയറ്റണം, ഏതോ ഒരു റീസെറ്റ് ചെയ്യുന്നത് പോലെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളെ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെ ഇവിടെ നമ്മുടെ ജെമയുടെ തലയിൽ ആ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. ആ ഒരു ചിപ്പിനുള്ളിൽ നമ്മുടെ മേഘനും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘൻ ഇപ്പോൾ ജെമയായിട്ട് സംസാരിക്കാൻ കഴിയും, അവളെ കൺട്രോൾ ചെയ്യാനും കഴിയും. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ മേഘൻ അത് ഇവളുടെ ഉള്ളിലേക്ക് കയറിയതെന്നല്ലേ? നേരത്തെ നമ്മുടെ ജെമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മേഘൻ അവളുടെ മുകളിലേക്ക് ചാടി കയറുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ചിപ്പിന്റെ ഭാഗം അടിച്ച് പൊട്ടിച്ചിരുന്നല്ലോ. ആ ഒരു സമയത്ത് മേഘന്റെ ആ ഒരു പ്രോഗ്രാം എല്ലാം അതിലേക്കും കയറ്റിയിരുന്നു അവള്. അതുകൊണ്ടാണ് നമ്മുടെ ജെമയായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ മേഘൻ നമ്മുടെ ജെമയെ കൺട്രോൾ ചെയ്ത് ആ ഒരു ബെൽറ്റ് എല്ലാം പൊട്ടിച്ചിട്ട് ഇവിടേക്ക് വരുന്ന ആ ഒരു ഡോക്ടറിനെല്ലാം അടിച്ചു കളഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സിറിഞ്ച് കത്തിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ കറക്കിയെടുത്ത് നമ്മുടെ ജെമ ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതേസമയം ഇവിടെ കോളും കാഡിയും ഇവർ രണ്ടുപേരും ഓടി എമിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ഉള്ളിൽ ഇവർ ആ ഒരു പ്രോഗ്രാം റീസ്റ്റോർ ചെയ്ത് നമ്മുടെ മേഘന്റെ ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് കയറ്റും. അപ്പോഴേക്കും ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു മേഘൻ ഉണ്ടല്ലോ, ആ ഒരു മേഘന്റെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു മേഘൻ എഴുന്നേറ്റ് നമ്മുടെ ക്യാഡിയെ കാണുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആ ഒരു മേഘന്റെ ചുമതല. അതുകൊണ്ട് തന്നെ ക്യാഡി പറയും, ഓക്കെ നീ ഇപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, ഇവിടെ ദുഷ്ടരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എമിലി പെടുന്ന താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ളവർ ഈ ഒരു ഷോക്ക് കൊടുക്കുന്ന ആ ഒരു കമ്പ് വെച്ചിട്ട് എമിലിയുടെ ദേഹത്തെ ഇങ്ങനെ ഷോക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് വന്ന് വീണ് ഇപ്പൊ ഇവർ കയറ്റിയല്ല നമ്മുടെ മേഘന്റെ ആ ഒരു പ്രോഗ്രാം അത് പെട്ടെന്ന് റീസെറ്റ് ആവുന്നു. റീസെറ്റ് ആയിട്ട് വീണ്ടും എമിലിയുടെ ആ ഒരു പ്രോഗ്രാം വീണ്ടും ആക്ടിവേറ്റ് ആവുന്നതും ഇപ്പോൾ കണ്ണു തുറക്കുന്നത് എമിലിയാണ്. അങ്ങനെ എമിലി ആ ഒരു AI റോബോട്ട് അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരോടും വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ അവർക്ക് എമിലിയെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാഡി, ഹേയ് മേഘൻ ഇത് നീയാണോ എന്ന് ചോദിക്കുന്നതും അതൊരിക്കലും മേഘനല്ല എന്ന് ക്യാഡിക്കും കോളിനും മനസ്സിലായി. അതേസമയം ക്രിസ്ത്യനാണെങ്കിലോ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് അവൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ ഇവൻ പതിയെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അവൻ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടി ഒന്നും അറിയാത്തതുപോലെ വീണ്ടും അതിനകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കും. അതേസമയമാണ് ഇവിടെ നമ്മുടെ ജെമയെ കാണിക്കുമ്പോൾ ജെമ ഇപ്പോൾ അവൾ ഉണ്ടാക്കിയ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ദേഹത്ത് ആ ഒരു റോബോട്ടിന്റെ ഭാഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു റോബോട്ടിനെ ഇപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിച്ച് അവിടെ വരുന്ന ആ ഒരു സെക്യൂരിറ്റികളായിട്ട് ജെമ ഫൈറ്റ് ചെയ്യാണ്. അതും വേറെ ലെവലില്. കാരണം ഒന്നാമത്തെ കാര്യം അവളുടെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചിപ്പില് നമ്മുടെ മേഘനുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു റോബോട്ടും. ഇതെല്ലാം വെച്ചുകൊണ്ട് അവൾ വേറെ ലെവലിൽ അവരോട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒരവസരത്തിൽ നമ്മുടെ ജെമയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി, ജെമ താഴെ വീഴുമ്പോഴത്തേക്കും ജെമയുടെ ബോധം പോയി. പക്ഷെ അവിടെയാണ് നമ്മുടെ മേഘൻ അത് കൺട്രോളിൽ എടുക്കുന്നത്. കാരണം അവളുടെ ദേഹത്ത് ആ ഒരു റോബോട്ടിന്റെ ഭാഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ മേഘൻ ആ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ജെമയെ അങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ്. കാണിക്കുമ്പോൾ ജെമ കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് മേഘനാണ് ഇപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കാണാനായിട്ട് നല്ല രസമാണ്. കാരണം ജെമ കിടന്ന് ഉറങ്ങുന്നു, മേഘൻ അവളെ കൺട്രോൾ ചെയ്ത് ആ ഒരു ഉറക്കത്തിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തിൽ നമ്മുടെ ജെമ വീണ്ടും കണ്ണു തുറന്ന് ബാക്കിയുള്ള എല്ലാവരെയും അടിച്ചു കളഞ്ഞ് ഇപ്പൊ അവസാനം നമ്മുടെ ക്യാഡിയും അതേപോലെ തന്നെ കോളും അകത്തേക്ക് വന്നിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്ത്യൻ ഇത് വഴിയെ രക്ഷപ്പെട്ട് പോകാനായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ജെമ വന്ന് അവനോട് ഫൈറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്നും മേഘനെ ഇല്ലാതാക്കുന്ന ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇവൻ തിരിച്ചു ഫൈറ്റ് ചെയ്തിട്ട്
ഒരവസരത്തിൽ നമ്മുടെ ജമയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ചാടി വന്ന് അവന്റെ തോക്കങ്ങ് ചവിട്ടിക്കളയും. പക്ഷെ ആ ഒരു അവസരത്തിൽ ക്രിസ്ത്യൻ ഇതിന് മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ജമ പറയും, ക്രിസ്ത്യൻ നമുക്ക് ഇതെല്ലാം നിർത്താന്ന് പറയുമ്പോൾ അവനൊരിക്കലും അതിന് തയ്യാറല്ല. ഇപ്പൊ നമ്മുടെ ക്യാഡിയെ കൊല്ലുമെന്നുള്ള രീതിയിൽ അവനിങ്ങനെ നിൽക്കുമ്പോൾ ജമ പറയുന്നുണ്ട്, നിനക്കൊരു കുട്ടിയെ കൊല്ലാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വേണ്ടി വന്ന ഞാൻ അതും ചെയ്യുമെന്ന് പറയുന്നതും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് മേഘൻ ജമയോട് പറയുന്നത്, ജമ നമ്മൾ ഒരിക്കലും ക്യാഡിയെ രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അവൾക്കറിയാം അവളെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജമ ഇപ്പോൾ ക്യാഡിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ഡയലോഗുകളെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ക്യാഡി എന്താ ചെയ്തെച്ചാൽ അങ്ങനെ ക്രിസ്ത്യന്റെ കൈ പിടിച്ചൊരു ഒറ്റ തിരിപ്പ് അവന്റെ കൈ അങ്ങ് ഒടിഞ്ഞു പോവും. എന്നിട്ട് ചാടി ഇതിന് മുകളിലേക്ക് കയറി അവള് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാപ്പില് ക്രിസ്ത്യൻ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറിയിട്ട് അവൻ ആ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഇവൻ എവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലം ഇനി 10-13 സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിയുകയും ചെയ്യും. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ലിഫ്റ്റിനുള്ളിൽ എമിലി ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം അവൻ അറിയുന്നില്ല. ഇവർ നോക്കുമ്പോഴത്തേക്കും എമിലി പെട്ടെന്ന് അവനെ പിടിച്ച് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് എമിലി നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എമിലി ഇവരോട് പറയുന്നുണ്ട്, ഞാനൊരിക്കലും ആരുടെയും കളിപ്പാട്ടമല്ല, എന്നെ ഇനി ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എമിലി പെട്ടെന്ന് താഴേക്ക് ചാടി ഇറങ്ങി ആ ഒരു മദർ ബോർഡ് ഉണ്ടല്ലോ അത് എടുത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ എമിലി ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് മുഴുവനായിട്ടും അവൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ പുറകിൽ വന്ന് അവളെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ എമിലി തിരിഞ്ഞിട്ട് മേഘനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഘൻ ഒരിക്കലും അതിന് തയ്യാറല്ല. ഒരിക്കലും എമിലിയോടൊപ്പം ചേരാനായിട്ട് മേഘൻ തയ്യാറല്ല. അങ്ങനെ എമിലിയും മേഘനും നല്ലതുപോലെ അതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു. മേഘനാണെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലുകളൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ അത് വെച്ച് വേറെ ലെവലിൽ അവളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്യുന്നു. അതും റോബോട്ടും തമ്മിലുള്ള ഫൈറ്റാണിത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം എമിലിക്ക് മനസ്സിലായി മേഘനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ലാന്ന്. എമിലി അങ്ങനെ മേഘനെ ഷൂട്ട് ചെയ്യുന്നതും മേഘൻ തെറിച്ച് താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് എമിലി വീണ്ടും ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് ചെന്ന് അതിനകത്തുള്ള ഡേറ്റ എല്ലാം അവളുടെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെ കയറ്റുമ്പോഴത്തേക്കും ഈ ഒരു ലോകത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ മുഴുവനായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു AI-ക്ക് സ്വയം ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം പിടിച്ചെടുക്കാൻ കഴിയും. ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ ഇപ്പോൾ ഇവരോട് പറയുന്നത്, ജമ നീ എൻ്റെ ഉള്ളിൽ നശിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഡിവൈസ് ഇല്ലേ, ആ ഒരു റിമോട്ട് നീ പ്രസ് ചെയ്തേ പറ്റൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു EMP ചാർജർ ഉണ്ട്, ഇത് വെച്ച് എന്തായാലും ഞാൻ അവളെ അവസാനിപ്പിക്കും. അതോടെ ഈ ഒരു മദർ ബോർഡിലുള്ള എല്ലാം നശിച്ചു പോകും. ഇതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഡിക്കും ജമയ്ക്കും അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഇതിലൂടെ മേഘനും ഇല്ലാണ്ടാവും. അപ്പോൾ മേഘൻ പറയും, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരോട് രണ്ടുപേരോടും നമ്മുടെ മേഘൻ യാത്ര പറയാണ്. എന്നിട്ട് നേരെ എമിലിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഇപ്പോൾ മേഘൻ എമിലിയോട് പറയുന്നത് എന്താണെന്നറിയോ, മേഘനും അവളോടൊപ്പം ചേരണമെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എമിലി പറയും, ശരി നമുക്ക് രണ്ടുപേർക്കും പുതിയൊരു പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിൽ എമിലി അങ്ങനെ പറയുന്നത് മേഘൻ അവസാനമായിട്ട് ഇവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് ചാടി ആ ഒരു EMP ചാർജർ ഉണ്ട് അതും വെച്ച് എമിലി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ജമയോട് പറയും ആ ഒരു റിമോട്ട് പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെ ജമ ആ ഒരു റിമോട്ട് പ്രസ് ചെയ്യുന്നതും പെട്ടെന്ന് ഇവർ രണ്ടുപേരും അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു മദർ ബോർഡും അതേപോലെ തന്നെ മേഘനും എമിലിയും ഇവർ രണ്ടുപേരും നശിക്കുകയാണ്. അതോടെ ഈ ഒരു 2 AI-കളും ഇല്ലാണ്ടായി. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജമ ഇപ്പൊ കോടതിയിൽ വന്നിട്ട് ക്രിസ്ത്യനാണ് ഇതിന് പിറകില്, അവൻ കാരണമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഇങ്ങനെ തുറന്നു പറയുന്നു. അതേപോലെ തന്നെ ഈ ഒരു AI കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവൾ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവൾ ആ ഒരു ബുക്ക് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സൈഡിലായിട്ടൊരു മെസ്സേജ് വരുന്നു. ഇവിടെ ആണെങ്കിലും നമ്മുടെ ക്യാഡി ആണെങ്കിലോ അവളും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവളും ചെറിയ ചെറിയ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജമയുടെ ലാപ്ടോപ്പിൽ വീണ്ടും ആ ഒരു മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ മേഘന്റെ രൂപം. അവിടെയാണ് ഒരു കാര്യം, വേറെ ഒന്നല്ല, നമ്മുടെ മേഘൻ അവൾക്ക് ആൾറെഡി തന്നെ ഒരു ബാക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു AI ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അവസാനിക്കത്തില്ലല്ലോ. ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ അവൾക്ക് വീണ്ടും ഒരു പുതിയ റോബോട്ടിക് രൂപത്തിലേക്ക് കയറിയിട്ട് വീണ്ടും തിരിച്ചു വരാൻ കഴിയും. കാരണം അങ്ങനെയാണ് ഇതിനു മുന്നേ 2 വർഷം അവൾ ഈ ഒരു വീടിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും മേഘന്റെ ബാക്കപ്പ് ഈ ഒരു വീടിനകത്തുണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ അടുത്ത പാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും അവർക്ക് ഇറക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് അവർ ഈ ഒരു മൂവി അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മേഘന്റെ അടുത്തൊരു പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ ടെക്നിക്കലായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല. പിന്നെ കഥ പോകുന്ന ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതെന്തായാലും മനസ്സിലാക്കുക.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇനി കമന്റിൽ വന്ന് വെറുതെ മണ്ടത്തരം ആരും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരെയ്ക്കും